അപ്പം നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ജാതകം അനലൈസ് ചെയ്യാൻ പോകാം. ഓരോ ജാതകം എടുക്കുക, ആ ജാതകം അനലൈസ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു, ലഗ്നത്തിൽ ആര് നിൽക്കുന്നു, ലഗ്നമാണ് ഒന്ന് എന്ന് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ലഗ്നാധിപൻ നമ്മൾ ജനിച്ച ലഗ്നം എവിടെ നിൽക്കുന്നു ആ ലഗ്നത്തിൻ്റെ അധിപനെയാണ് ലഗ്നാധിപൻ എന്ന് പറയുന്നത്. അതിന് പറയുന്നത് ഒന്നാം ഭാവം എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് കുടുംബം, വാക്ക്, നമ്മുടെ ധനം, ഇതൊക്കെയാണ് രണ്ടാം ഭാവം. അപ്പോൾ രണ്ടാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു, രണ്ടാം ഭാവത്തിൽ ആര് നിൽക്കുന്നു, രണ്ട് കാര്യം. ഒന്ന് രണ്ടാം ഭാവാധിപൻ എവിടെ പോയി നിൽക്കുന്നു, രണ്ടാം ഭാവത്തിൽ ആര് നിൽക്കുന്നു, അങ്ങനെയാണ്. പിന്നെ മൂന്നാം ഭാവം, അപ്പോൾ മൂന്നാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു, മൂന്നിൽ ആര് നിൽക്കുന്നു, അങ്ങനെ ഭാവത്തിൽ ആര് നിൽക്കുന്നു, ഭാവാധിപൻ എവിടെ നിൽക്കുന്നു. ഏതൊരു ജാതകം കിട്ടിക്കഴിഞ്ഞാലും ആ ജാതകത്തിന് ബലമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ആയുസ് നോക്കണം, ഇല്ലേ? ഒരു ജാതകം നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ആയുസ് നോക്കുക. ആയുസില്ലാത്ത ഒരാളുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആയുസ്സിന് ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ ലഗ്നാധിപന് ബലം വേണം. ഒരു ജാതകത്തിൽ ലഗ്നാധിപൻ മീന ലഗ്നമാണെന്ന് വിചാരിക്കുക. ലഗ്നാധിപൻ ആരാണ്? വ്യാഴം. അപ്പം വ്യാഴം ലഗ്നത്തിൽ നിൽക്കുക, നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. വ്യാഴം പോയിട്ട് കർക്കിടകത്തിൽ നിൽക്കുക, നല്ലതാണോ ചീത്തയാണോ? കാരണം വ്യാഴം ലഗ്നാധിപനായ വ്യാഴം മീനത്തിൻ്റെ 5ാമത്തെ രാശിയിൽ കർക്കിടകത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നു. ആ ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴം ലഗ്നത്തിലേക്ക് നോക്കുന്നു, ഇല്ലേ? വ്യാഴത്തിന് 9ലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പം ലഗ്നാധിപനായ വ്യാഴം ലഗ്നത്തിലേക്ക് 5ൽ പോയിട്ട്, 5 എന്ന് പറയുന്നത് പൂർവ്വപുണ്യ സുഹൃതം എന്നൊക്കെ പറയും. ലഗ്നാധിപനായ വ്യാഴം 5ൽ പോയത് അത് ഉച്ചരായി നിന്നിട്ട് ലഗ്നത്തിലേക്ക് നോക്കുക. അദ്ദേഹത്തിന് ആയുസ്സിന് പഞ്ഞമുണ്ടോ? ഇല്ല. അതേ സമയത്ത് ലഗ്നാധിപനായ വ്യാഴം പോയിട്ട് മകരരാശിയിൽ നിൽക്കുക, 11ലാണെന്ന് വിചാരിക്കും, ഇല്ലേ? ലഗ്നത്തിൻ്റെ 11ആണ്, 10 എന്ന് പറയുന്നത് വ്യാഴം. മകരത്തിലെ ലഗ്നാധിപനായ വ്യാഴം നീചനായി നിൽക്കുക. അപ്പോൾ ലഗ്നാധിപനായ വ്യാഴം നീചനായി മകരത്തിൽ പോയി നിന്നാൽ ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. പിന്നെ ഈ ലഗ്നാധിപനായ വ്യാഴത്തിന് നീചഭംഗ രാജയോഗം ഉണ്ടോ എന്ന് നോക്കാം. അപ്പം ലഗ്നാധിപന് നീചഭംഗം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ആയുസ്സിന് പഞ്ഞമില്ല. പക്ഷേ കുട്ടിക്കാലത്ത് കുറേ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഏത് ജാതകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലഗ്നത്തിന് ബലം നോക്കണം, 5ന് ബലം നോക്കണം. 5 പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മം നമുക്ക് കിട്ടിയത്. നമ്മളൊക്കെ സത്യം പറയുകയാണെങ്കിൽ ദൈവാധീനമുള്ള ഭാഗ്യമുള്ള ആൾക്കാരാണ്. ലോകത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ടെങ്കിലും ആ ജീവജാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് മനുഷ്യൻ, ഇല്ലേ? ലോകത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് ജീവികളുണ്ടെങ്കിലും വിശേഷ ബുദ്ധിയുള്ള ഒരു ജീവി ഉണ്ടെങ്കിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിശേഷ ബുദ്ധിയുള്ള ഒരു ജന്മം തന്ന ഭഗവാനോട് നമ്മൾ നന്ദി പറയണം. കാരണം നമുക്ക് നല്ലത് ഏത് ചീത്ത ഏത് തിരിച്ചറിയാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ ഹൗ വി ഡെവലപ്പ്, നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഫലങ്ങൾ. അപ്പോൾ നമുക്ക് ദൈവം നല്ലൊരു തന്നെ നിന്നുകൊണ്ട് നമ്മൾ സൽക്കർമ്മം ചെയ്ത് നമ്മുടെ ഈ ജന്മം പൂർണ്ണമായിട്ട് ഭഗവാനിലേക്ക് ലയിക്കുക. നമ്മൾ സാധാരണ അടുത്തൊരു ജന്മമുണ്ടോ എന്ന് പറയും. നമ്മളൊരു 10-80 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പറയും, ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റി, ഇനിയൊരു ജന്മം കിട്ടുകയാണെങ്കിൽ ഈ തെറ്റൊന്നും ചെയ്യില്ല, ഇല്ലേ? സാധാരണ നമ്മൾ പറയുന്നൊരു വാക്കാണ്. പക്ഷേ ഇനിയൊരു ജന്മം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, ആർക്കും അറിയില്ല, പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് പറയുന്നത് ഇനിയൊരു ജന്മത്തിന് കാക്കാതെ ഉള്ള ഈ ജന്മം സഫലമാക്കാം. ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ വ്യാഴം 12ൽ നിൽക്കുകയാണ്. വ്യാഴം 12 എന്ന് പറയുന്നത് വ്യയസ്ഥാനം, വ്യാഴം തന്നെ ദൈവാധീനം. വ്യാഴം 12ൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ജന്മമേ ഉള്ളൂ, വേറൊരു ജന്മമില്ല എന്ന് പറയും. മോക്ഷപ്രദം 12 എന്ന് പറയുന്നത് നാശമാണല്ലോ. അപ്പോൾ ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുകയാണ്, 12 എന്ന് പറയുന്നത് നശിക്കുകയാണ്, നാശസ്ഥാനം എന്ന് പറയും. അപ്പോൾ 12ൽ പോയി വ്യാഴം പോയി നിൽക്കുകയാണെങ്കിൽ ഈ ജന്മത്തിൽ നമുക്ക് നേടാനുള്ളത്, കൊടുക്കാനുള്ളത്, വാങ്ങാനുള്ളതൊക്കെ തീർത്ത് നമ്മുടെ ബാധ്യതകളൊക്കെ തീർത്ത് നമുക്ക് ഭഗവാനെ ലയിക്കാനാണ്. അപ്പോൾ ജാതകത്തിന് വളരെ അർത്ഥവത്തുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് പൂർണ്ണമായിട്ട് അർത്ഥവത്തുണ്ട്, അതിന് അനുഭവത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളൊരു പരിധി വരെ നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ നമ്മളെപ്പോഴും സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി നോക്കണം.
നമ്മുടെ കാര്യങ്ങൾ നോക്കുകയും വേണം, അതേസമയത്ത് നമ്മുടെ കുടുംബം നോക്കണം, അതേസമയത്ത് നമ്മുടെ സമൂഹത്തിനെയും നോക്കണം. അതാണ് ജ്യോതിഷം പഠിക്കുന്നതുകൊണ്ട് പ്രത്യേക ഗുണങ്ങളുള്ളത്. ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഒന്നാം ഭാവത്തിൽ തുടങ്ങാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് എല്ലാവരും നോക്കി വരിക. കഴിഞ്ഞ ഞായറാഴ്ച ലീവ് വന്നാ പഠിക്കാൻ വേണ്ടി കേട്ടോ, അല്ലേ സാറേ? കഴിഞ്ഞ ഞായറാഴ്ച അവർക്ക് ലീവ് കൊടുത്തതാ പഠിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മളെ 1 തൊട്ട് 12 വരെ ഭാവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഭാവം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം ഒന്നാം ഭാവം എന്ന് പറയും. കാര്യം സാറ് നേരത്തെ പറഞ്ഞ പോലെ വേറെ എന്ത് രാജയോഗം ഉണ്ടായിക്കോട്ടെ, എന്ത് യോഗം ഉണ്ടായിക്കോട്ടെ, അത് അനുഭവിക്കണമെങ്കിൽ അനുഭവിക്കാനുള്ള ആൾ വേണം. അത് ഈ ഒന്നാം ഭാവം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഒന്നാം ഭാവാധിപൻ സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒന്നാം ഭാവം സ്ട്രോങ് ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, നമ്മുടെ ആരോഗ്യം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാം ഭാവം എന്നറിയാം. നമ്മുടെ ഒരു ക്യാരക്ടർ അല്ലേ, നമ്മുടെ സ്വഭാവം, അതൊക്കെ സ്വഭാവം, പിന്നെ നമ്മുടെ ഒരു ചൈതന്യം, നമ്മുടെ ഒരു ഓറ എന്നൊക്കെ പറയുന്ന ഒന്നാം ഭാവമാണ്. ആ ഒന്നാം ഭാവത്തിനെ എപ്പോഴും പുഷ്ടിപ്പെടുത്തണം. അതുപോലെ തന്നെ ഒന്നാം ഭാവാധിപൻ ഒരിക്കലും നമുക്ക് ദോഷകാരകനല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം ചില പ്രത്യേക കേസുകളിൽ ഇപ്പം വൃശ്ചികൻ രാശി വരുമ്പം അവരുടെ 6ാം ഭാവാധിപൻ കൂടിയാണ് ചൊവ്വ. ഒന്നാം ഭാവവും 6ാം ഭാവവും ചൊവ്വ തന്നെയാണ് ആണല്ലോ. പക്ഷേ അവിടെ നമ്മൾ അങ്ങനെ ചൊവ്വയെ ദോഷകാരകനായിട്ട് കാണരുത്. കാര്യം ലഗ്നാധിപൻ എപ്പോഴും നമ്മളാണ്, നമുക്ക് ഫേവറബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതേപോലെ രത്നത്തിൻ്റെ ക്ലാസ് എടുത്തപ്പോഴും സാറ് പറഞ്ഞിട്ടുണ്ടാവും, ലഗ്നാധിപൻ്റെ രത്നം നമുക്ക് ധരിക്കാം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ചൊവ്വയുടെയും ശുക്രൻ്റെയും കാര്യത്തിലാണ്. 1ാം ഭാവാധിപന് 8ാം ഭാവാധിപന് ഒന്നാണെന്നൊക്കെ ഒരു തോന്നൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുക. ലഗ്നാധിപൻ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, നമ്മളാണ് ലഗ്നാധിപൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. ശരി, ഇന്നിപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഭാവത്തിലും ഓരോ പ്ലാനറ്റ്സ് നിന്നാലുള്ള റിസൾട്ടിനെ പറ്റിയാണ്. പക്ഷെ അവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഒന്ന്, ഈ പ്ലാനറ്റ് നിൽക്കുന്നത് ഏത് രാശിയിലാണെന്ന് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. മനസ്സിലായോ? അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ലഗ്നത്തിൽ ശനീനെ പഠിക്കുമ്പോൾ ശനിക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാമല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് തോന്നുന്നു, ഒന്നുകൂടെ ഓർക്കാൻ പറയുന്നത് മാത്രം. ഓക്കെ, ഇപ്പോൾ ഒരാളുടെ 1ാം ഭാവം ഇതായിരിക്കാം, മറ്റൊരാളുടെ 1ാം ഭാവം ഇതായിരിക്കാം. ഇപ്പം ഇവിടെ ആയിരിക്കാം ചിലപ്പം ശനി നിൽക്കുന്നത്. ഓക്കെ, ഇയാൾക്ക് ശനി പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും കൊടുക്കുന്നത്. കാര്യം ഇയാൾ വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഗൗരവമുള്ള, നീതിമാനായ ആളായിരിക്കും. ഓക്കെ, ഒരാളുടെ 1ാം ഭാവം ചിങ്ങമാണെന്ന് വിചാരിക്കുക. ഇവിടെയാണ് ശനി നിൽക്കുന്നതെങ്കിൽ ശനി കൊടുക്കാൻ പോകുന്നത് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. ഇയാൾക്ക് ദുരിതം, ദാരിദ്ര്യം, രോഗം, ഇതൊക്കെ ആയിരിക്കും സാറ്റേൺ കൊടുക്കുന്ന റിസൾട്ട്. കാര്യം സാറ്റേൺ ഇവിടെ കംഫേർട്ട് അല്ല. ഓക്കെ, സാറ്റേൺ ഇവിടെ കംഫേർട്ടാണ്, സ്വന്തം വീടായത് കാരണം. നമ്മളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ അത് പറയുന്നില്ല. അത് ഇറസ്പെക്റ്റീവ് ഓഫ് രാശിയാണ് നമ്മൾ പറയുന്നത്. 1ാം ഭാവത്തിൽ ശനി നിന്നാൽ എന്ത് സംഭവിക്കുന്നു, ശനിയുടെ അതിൻ്റെ കൂടെ ആരെങ്കിലും കൂടി നിന്നാലുള്ള റിസൾട്ട് നമ്മൾ പറയുന്നില്ല. അതിനാരെങ്കിലും ആസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലുള്ള റിസൾട്ടും നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മളൊരു ജാതകം പരിശോധിക്കുമ്പോൾ ഇതൊക്കെ നോക്കേണ്ടി വരും. ശനി നിൽക്കുന്നത് കൊണ്ട് മാത്രമല്ല, ശനി എവിടെ നിൽക്കുന്നു നോക്കണം, ശനി ആരുടെ കൂടെ നിൽക്കുന്നു നോക്കണം, ശനി ആര് നോക്കുന്നു നോക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ശനിക്ക് ഏത് ഭാവാധിപത്യമാണ് ഉള്ളതെന്ന് നോക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് കാര്യം കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ അത് നോക്കാതെ നമുക്ക് ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ മേളിലോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫൗണ്ടേഷൻ ലെവൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ ഭാവത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിന്നാൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ 1ാം ഭാവാധിപൻ മറ്റ് ഭാവങ്ങളിൽ പോയി നിന്നാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഏറ്റവും ഒരു ബേസിക് ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ. ഉദാഹരണം ഇപ്പം നമുക്കിങ്ങനെ തുടങ്ങാം.
ഒന്നാം ഭാവം നമ്മൾ പഠിക്കണം. അപ്പോൾ ഒന്നാം ഭാവത്തിനെ കുറിച്ച് നമുക്കറിയാമല്ലോ എല്ലാവർക്കും, ആരോഗ്യം, ക്യാരക്ടർ, മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഏതൊക്കെയാണ് അതായത് ശുഭന്മാരായ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, വ്യാഴം അല്ലേ, അതായത് ഗുരു. ഓക്കെ, ഗുരു ശുഭനാണ്. പിന്നെ ശുക്രൻ ശുഭനല്ലേ? ശുക്രൻ ശുഭനാണ്. ബുധൻ ശുഭനല്ലേ? ബുധൻ ശുഭനാണ്. ചന്ദ്രനോ? ചന്ദ്രൻ ശുഭനാണ്. ആ നിൽക്കട്ടെ, ഇത്രയും കാര്യം നമുക്കറിയാലോ. ഇനി ഒരു ജനറൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ശുഭന്മാരാണ് ഒന്നിൽ നിൽക്കുന്നതെങ്കിൽ റിസൾട്ട് എങ്ങനെയായിരിക്കും? നല്ലതായിരിക്കും. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഇനി പാപന്മാരാരൊക്കെയാണ്? ഓക്കെ, കുജൻ. ഓക്കെ, ശനി ഞാൻ എടുക്കണ്ടേ, ശനി. പിന്നെ രാഹുവിനെ എടുക്കുന്നുണ്ട്, കേതുവിനെ എടുക്കുന്നുണ്ട്. സണ്ണിനൊരു എക്സെപ്ഷൻ കൊടുക്കുക ഇവിടെ. സണ്ണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാപനല്ല, ക്രൂരനാണ്. ഓക്കെ, പാപനും ക്രൂരനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇവർ നിന്നാൽ എന്തായിരിക്കും റിസൾട്ട്? നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. അത്രയും ആ ഒരു ബേസിക് കാര്യം മനസ്സിലായല്ലോ. ഇനി ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി, ഇവരാണ് നിൽക്കുന്നതെങ്കിലും ഇവർ സ്വന്തം രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? പക്ഷെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഒരു പ്ലാനറ്റ് ആദ്യം തരുന്നത് റിസൾട്ട് അതിൻ്റെ നൈസർഗിക സ്വഭാവമാണ്. അതിൻ്റെ നൈസർഗിക സ്വഭാവം, അതായത് ഇപ്പോൾ ചൊവ്വ പോലെയുള്ള ഒരു പ്ലാനറ്റാണ് ഒന്നിൽ നിൽക്കുന്നതെങ്കിൽ അത് ചൊവ്വയുടെ സ്വന്തം രാശിയാണെങ്കിൽ ശരിയാണ്, അയാൾ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കും, നല്ല മറ്റുള്ളവരെ കമാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും, വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും, എല്ലാമായിരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി ചൊവ്വ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ അയാളുടെ ശരീരത്തിലും അയാളുടെ സ്വഭാവത്തിലൊക്കെ ഉണ്ടാവും. എന്താണ്? മറ്റുള്ളവരോട് അയാൾ ദേഷ്യപ്പെടുമോ? ഒന്ന് പറഞ്ഞ് രണ്ടാമതിനൊരെണ്ണം പൊട്ടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റുള്ളവരെ റൂൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ശരീരത്ത് മുറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പം രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ വരും. എന്ത്? നൈസർഗിക സ്വഭാവം എപ്പോഴും എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. എത്ര പാപനാണെങ്കിലും ശുഭനാണെങ്കിലും അവരുടെ നൈസർഗിക സ്വഭാവം ഒരു ഗ്രഹവും ഉപേക്ഷിക്കില്ല. ഓക്കെ, അപ്പോൾ നൈസർഗിക സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ജനറൽ കണ്ടീഷൻ. ഇത് വളരെ ബേസിക് ആയുള്ളൊരു ഫോർമുലയാണ്. ഇത് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. ജ്യോതിഷ് അല്ലെങ്കിൽ ആസ്ട്രോളജി എപ്പോഴും കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൂൾസ് അപ്ലൈ ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സൂര്യനാണ് ഒരാളുടെ ഒന്നാം ഭാവത്തിൽ എങ്കിൽ എങ്ങനെയായിരിക്കും അയാൾ മൊത്തത്തിൽ? നമ്മൾ സൂര്യൻ്റെ ക്വാളിറ്റീസ് നോക്കുക. സൂര്യൻ ചൂടുണ്ടോ സൂര്യന് ബേസിക്കലി? അപ്പോൾ അയാളുടെ ശരീരപ്രകൃതി എങ്ങനെയുള്ളതായിരിക്കും? ഉഷ്ണപ്രകൃതി ആയിരിക്കില്ലേ? പിന്നെ സൂര്യൻ ഒരു കിങ് ആണോ, രാജാവാണോ? അല്ലേ? അപ്പം അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? അയാളുടെ പെരുമാറ്റം ഇതൊക്കെ അതോറിറ്റീവ് ആയിരിക്കും. അയാൾക്ക് ഈഗോ ഉണ്ടാവും. അയാളൊരു കാര്യം നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുമോ? ഏൽപ്പിക്കാം. അയാൾ ഉറപ്പായിട്ടും ചെയ്യും. അയാളെ ഡിപ്പെൻഡ് ചെയ്ത് അയാൾ നമുക്ക് വേണ്ടി എന്തും ചെയ്തു കളയും. സഹായിക്കണം എന്ന് പറഞ്ഞ് ഇതുപോലെ സഹായിക്കാൻ പറ്റിയ ആളുകൾ വേറെ ഇല്ല. പക്ഷെ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനെ കാര്യം. ഇവർക്ക് തലയിൽ മുടി ഉണ്ടാവുമോ? ബേസിക്കലി ഇവർക്ക് തലയിൽ മുടി കുറവായിരിക്കും. സർക്കാർ ഉദ്യോഗം റെപ്രസെൻറ്റ് ചെയ്യണത് ഇവരെയാണല്ലോ. ഹൈ പൊളിറ്റീഷ്യൻസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട സണ്ണാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഉയർന്ന മേഖലയിലുള്ള പലർക്കും തലയിൽ മുടി ഉണ്ടാവില്ല. സാറിന് മുടിയില്ല, വേറെ കാര്യം. തലയിൽ മുടി കുറവായിരിക്കും ഇവർക്ക്. അതായത് സൂര്യന്റെ ഉച്ചരാശിയാണ്. എന്റെ പേര് തന്നെ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. സൂര്യന്റെ ഉച്ചരാശിയാണ്, ചൊവ്വയുടെ വീടാണ്. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, രാശിക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. രാശിക്ക് റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ എന്റെ ഒന്നാം ഭാവത്തിൽ ആരും നിൽക്കുന്നില്ല, ആരും നോക്കുന്നില്ല, യോഗില്ല. പക്ഷെ രാശിയുടെ റിസൾട്ട്, രാശിയുടെ സ്വഭാവം കാണിക്കില്ലേ? സാറിന് ഇപ്പൊ മേടൻ രാശിയാകുമ്പോ മേടൻ രാശിയിൽ സൂര്യത്തിലാണ് ചൊവ്വയുണ്ട്. വീട്ടുകാരനുണ്ടല്ലോ, വീട്ടുകാരനാണ് ചൊവ്വ. ആ വേടത്തില് ഉച്ചരായി വരുന്നതാണ് സൂര്യൻ. അപ്പൊ എന്റെ ദേഹത്തിന് പൊതുവിലെ ചൂടുള്ള ദേഹമായിരിക്കും, വേർപ്പ് കൂടുതലായിരിക്കും. അതേസമയത്ത് ശരിയുടെ കൺട്രോളാണെങ്കിലോ ഇത് തണുപ്പിലായിരിക്കും. പൊതുവില് തണുപ്പ് സംബന്ധമായുള്ള ആരോഗ്യ
പ്രശ്നങ്ങളൊക്കെ വരും. വാതരോഗമൊക്കെ വരാനുള്ള ചാൻസ്, എനിക്കൊക്കെ വാതരോഗം വരാൻ ചാൻസ് വളരെ കുറവാണ്. ഈ സൂര്യൻ്റെ കൺട്രോളും ചൊവ്വയുടെ കൺട്രോളും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരാളുടെ സ്വഭാവം ഒരാളുടെ ദേഹത്തെ പിടിക്കാൻ പറ്റും. ക്ഷമാപൂർവ്വം കഴിക്കും. ഞാൻ നല്ലൊരു ജാതകം എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വെള്ളിയാഴ്ച ഇദ്ദേഹത്തിൻ്റെ ഒരു പദവി കഴിച്ച് ആ ജാതകം എടുക്കാം. ഒന്നാം ഭാവത്തിന്റെ കാരകത്വം ആർക്കാ? സൂര്യനാണ്. കാര്യം ഒന്നാം ഭാവം നമ്മുടെ സെൽഫാണ്, നമ്മുടെ ഈഗോ ആണ്. ഓക്കെ, അപ്പം അതും കൂടി ആലോചിക്കും. അപ്പോൾ ഇയാൾക്ക് പൊക്കമുള്ള ആളായിരിക്കും. ബേസിക്കലി പൊക്കം ഉണ്ടാവും, തലമുടി കുറവായിരിക്കും, കണ്ണട വയ്ക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ടെൻഷനുള്ള ആളായിരിക്കും, ടെൻഷൻ ഉണ്ടാവും ബേസിക്കലി. കാര്യം കാര്യങ്ങൾ സമയത്തിന് നടക്കണ്ടേ. അയാൾക്ക് ക്ഷമയും ദയയും ഉണ്ടാവും. രാജാവിന്റെ ക്വാളിറ്റി എന്താണ്? ക്ഷമയും ദയയും രാജാവിന്റെ ക്വാളിറ്റി ആണോ അല്ലയോ? അല്ല. അതെങ്ങനെയാ? നിങ്ങൾ വലിയൊരു ക്രിമിനൽ കേസിൽ വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജാവ് എന്നുള്ള കൺസെപ്റ്റിൽ ഞാൻ പറയണത്, ഞാൻ നിങ്ങളോട് ഒരു ദയയും ക്ഷമയും കാണിക്കില്ല. ഏതാണ് ദയയും ക്ഷമയും കാണിക്കില്ല? ഒരിക്കലും ഒരു രാജാവ് ദയയും ക്ഷമയും അനാവശ്യമായ സ്ഥലങ്ങളിൽ കാണിക്കരുത്. മനസ്സിലായോ? രാജാവ് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. രാജാവ് വളരെ സ്ട്രിക്റ്റ് ആയി നിന്നാൽ മാത്രമേ പ്രജകള് പ്രജകള് രാജാവ്, ഞാൻ കുറച്ച് പഴയ കൺസെപ്റ്റിൽ പറയണം. പ്രജകള് രാജാവിനെ അനുസരിക്കണമെങ്കിൽ, കൊള്ളക്കാർക്ക് രാജാവിന് ഭയം വേണമെങ്കിൽ രാജാവിന് ക്ഷമയും ദയയും പാടില്ല. ആരോട്? ഇത്തരക്കാരോട്. ഓക്കെ, അല്ലാണ്ട് ക്രിമിനൽസ് അല്ലാത്ത സാധാരണക്കാരോട് ക്ഷമിക്കേണ്ടയും ദയ കാണിക്കേണ്ട കാര്യമില്ല. അവർ ഓൾറെഡി പ്രജകൾ രാജാവിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഇവർക്ക് ക്ഷമ കുറവായിരിക്കും, അക്ഷമരായിരിക്കും. അങ്ങനെയൊന്നും അവർ ദയ കാണിക്കുകയില്ല. അവർ കൊടുക്കേണ്ടടുത്ത് കൊടുത്തേ പോവുള്ളൂ. രാജാവ് എപ്പോഴും നീതിമാനായിരിക്കണം. അപ്പോൾ നീതി നടപ്പിലാക്കുന്ന സമയത്ത് നമ്മൾ ശരി തെറ്റുകാരെന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റുകാരനെ ഒരു ദയയില്ലാതെ ശിക്ഷിക്കുന്ന ആളായിരിക്കും. തെറ്റുകാരനോട് ക്ഷമിക്കാൻ പറയും. അതേസമയത്ത് സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കുകയും വേണം. രാജാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നീതിമാനാണ്. നീതിമാനെ ക്ഷമ കുറയും, തീരുമാനമെടുക്കാൻ സമയമെടുക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ചെയ്യണം. രവി ലഗ്നത്തിൽ ബലവാനായിരിക്കും, ഒന്നാം ഭാവത്തിൽ. ഓക്കെ, കാര്യം അത് നമുക്കൊരു സൂപ്പർ ഈഗോ തരും. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ധൈര്യം ആർജവും എല്ലാം തരും. അതുകൊണ്ട് ഫസ്റ്റ് ഹൗസിൽ സാറ്റേൺ നിൽക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് പൊസിഷനാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത ആ പാപൻ്റെ ക്വാളിറ്റി എടുത്ത് അവിടെ കാണിക്കരുത്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഫസ്റ്റ് ഹൗസ് സൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുമാത്രമല്ല 10ാം ഭാവത്തിൽ രവി എക്സലൻറ്റുമാണ് പ്രൊഫഷനിൽ, കർമ്മത്തിൽ. ഓക്കെ, സൂര്യനെ പോലെ കർമ്മം ചെയ്യുന്ന ആരും ലോകത്തില്ല. ഓക്കെ, പിന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ നീതിമാനായിരിക്കും. മോറൽ വാല്യൂസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരിക്കും. ഈ രവിയുടെ ഗുഡ് പൊസിഷനാണ് ഈ പറയുന്നത്. രവി പോയിട്ട് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കണമെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ല സാറ്? രവിയുടെ ശത്രുയുടെ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഈ പറയാനൊന്നുമില്ല, തെറ്റിപ്പോകും. രവിയുടെ സ്വന്തം വീട്, അല്ലെ രവിക്ക് ബലമുള്ള വീട്, രവിയുടെ സുഹൃത്തിൻ്റെ വീട്, അങ്ങനത്തെ സ്ഥലത്ത് പോയി കഴിഞ്ഞാലേ രവിക്ക് ഗുണമുണ്ടാവുള്ളൂ. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഇദ്ദേഹത്തിനോടൊരു ബഹുമാനം തോന്നും. കാര്യം അങ്ങനെയാണ് അവരുടെ ഒരു ഓറ എന്ന് പറയുന്നത്. അവരുടെ പെരുമാറ്റവും ശൈലിയും ഒക്കെ അങ്ങനെയായിരിക്കും. പിന്നെ നമ്മൾ സാധാരണയായിട്ട് ചില ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ റെസ്പെക്റ്റ് ചെയ്യും, അല്ലേ? നമുക്ക് അറിയാതെ നമ്മളെ ഇതിലേക്ക് ഇരിക്കുന്നത്. വേറെ ചില ആൾക്കാർ വളരെ യോഗ്യരായിരിക്കും, അത് നമുക്കൊരു വിലയുണ്ടാവില്ല. അതും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ ഫലത്തിൽ, ലഗ്നത്തിൻ്റെ ഫലത്തിൽ ആള് നല്ല മനുഷ്യനായിരിക്കും. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇംപ്രസീവ് ആവും, ഒരു പേഴ്സണാലിറ്റി. അതൊക്കെ ഈ സൂര്യനാണ് കാര്യം. ഇതൊക്കെയാണെങ്കിൽ സൂര്യൻ്റെ ഒപ്പം രാഹുവോ ശനിയോ ഉണ്ടെങ്കിലോ അവിടെ കുറച്ച് ഡിഫിക്കൽട്ടീസ് വന്നു. ഒന്നാമത് സൂര്യൻ്റെ ഒപ്പം രാഹു ഉണ്ടെങ്കിൽ സംസാരമൊക്കെ മോശവും. ഒരുപാട് സംസാരിക്കുക, അനാവശ്യമായിട്ട് സംസാരിക്കുക, അനാവശ്യമായി സംസാരിക്കുക, തെറി പറയാനുള്ള സ്വഭാവം ഉണ്ടാവുക. അതേസമയത്ത് സൂര്യൻ്റെ കൂടെ ബുധൻ നിന്നാലോ ബുദ്ധിമാനായിരിക്കും. അതിന് പറയുന്നത് നിഗുണയോഗം എന്ന് പറയും. സൂര്യനും ബുധനും ഒന്നിച്ച് നിന്നാൽ നിഗുണയോഗം എന്ന് പറയും. ബുദ്ധിപരമായി സംസാരിക്കുകയാണ്. മറ്റുള്ളവർക്ക് പ്രയോജനം തരുന്ന ലെവലിൽ സംസാരിക്കുക. സൂര്യൻ്റെ കൂടെ രാഹു നിന്നാൽ പോയി. സൂര്യനും ചൊവ്വയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാലോ
ശരീരം മുഴുവൻ ചൂടായിരിക്കും, ചൂടായിട്ട് ഈ എറപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, അതായത് ഈ കുരുക്കുകൾ പൊങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. ബ്ലഡ് ഇമ്പ്യൂരിറ്റി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാം ബ്ലഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് സൂര്യൻ ലഗ്നത്തിൽ നിന്നാലുള്ള ക്വാളിറ്റീസ്. അപ്പോൾ സൂര്യൻ്റെ ക്വാളിറ്റീസ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് ആ 1-ാം ഭാവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് ക്ലബ് ചെയ്യുക. ഇത് ക്ലബ് ചെയ്യാൻ നമ്മൾ കണ്ടുപിടിക്കുക 1-ാം ഭാവത്തിൻ്റെ മറ്റ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ സൂര്യൻ്റെ മറ്റ് പ്രത്യേകതകൾ. ഇത് ക്ലബ് ചെയ്ത് പറയാൻ കഴിയുന്നതാണ് ഇതിൽ മിടുക്ക് എന്ന് പറയും. ഈ ലഗ്നം എന്ന് പറയുന്നത് ആ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മറ്റ് ഭാവങ്ങളാണ് 2, 3, 4, 5 ഇതെല്ലാം കൂടി ചേർന്നാലേ വ്യക്തിയാവും. ആദ്യം വ്യക്തിക്കുള്ള പ്രാധാന്യം നോക്കിയിട്ട് ആ വ്യക്തിയുടെ 2 വരെ കുടുംബം, സംസാരം, 3 സഹോദരങ്ങൾ, 4 കുടുംബം, അങ്ങനെ ഓരോ ഭാഗങ്ങളും കൂടി നോക്കിയിട്ട് വ്യക്തി പൂർണ്ണമാവും. ആദ്യം വ്യക്തി നന്നായി കഴിഞ്ഞാലേ മറ്റു കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതെ, ബാക്കി എല്ലാവരും ഈ ലഗ്നം ഞാനാണെങ്കിൽ ബാക്കി എല്ലാവരും എനിക്ക് ഓരോന്ന് കൊണ്ടുതരുന്ന ആളുകളാണ്. 2-ാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ കൊണ്ടുവന്ന് തരുന്ന ആളാണ്. 3-ാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ എന്നെ സഹായിക്കുന്ന സഹോദരങ്ങളാണ്. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് കംഫേർട്ട് തരുന്ന എൻ്റെ അമ്മയാണ്. 5-ാം ഭാവം എന്ന് പറയുന്നത് എൻ്റെ പുത്രന്മാരാണ്, അല്ലെങ്കിൽ എൻ്റെ ഇൻ്റലിജൻസാണ്. അങ്ങനെ ബാക്കിയെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അടുപ്പിച്ച് തരുന്ന ആളുകളാണ്, കാര്യങ്ങൾ കൊണ്ടുവരുന്ന ആളുകളാണ്. പക്ഷെ ലഗ്നമാണ് പ്രധാനം, ഞാനെന്ന് പറയുന്നു. അതാണ് ലഗ്നത്തിൻ്റെ ആ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇനി ലഗ്നത്തിൽ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ വന്നാൽ എങ്ങനെയായിരിക്കും? വളരെ കെയറിങ് ആയിട്ടുള്ള ആളായിരിക്കും. പിന്നെ കാണാൻ എങ്ങനെയായിരിക്കും? സുന്ദരനായിരിക്കും അല്ലേ? നല്ല മാംസളമായ ശരീരമായിരിക്കും. സ്വഭാവം എങ്ങനെയായിരിക്കും? നല്ല സ്വഭാവമായിരിക്കും. പക്ഷെ അതൊരു അൺസ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇല്ല, ചന്ദ്രൻ ആരുടെ ഫസ്റ്റിൽ നിന്നാലും അല്ല ഗ്രഹങ്ങളാണ്. അതെ, ചന്ദ്രനാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പ്ലാനറ്റ്. നമുക്കറിയാലോ, ഏറ്റവും സ്പീഡിൽ മൂവ് ചെയ്യുന്ന പ്ലാനറ്റ്. ഇന്ന് നോക്കിയെടുത്ത് ചിലപ്പോൾ നാളെ കാണില്ല. നമ്മുടെ മനസ്സാണ് അതേപോലെ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്. മനസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ ഫസ്റ്റ് ഹൗസിൽ നിന്ന് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അയാളുടെ ക്യാരക്ടർ, അയാളുടെ ഒരു തോട്ട് പാറ്റേൺ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യും ആ പ്ലാനറ്റ്, അവിടെ ഇരിക്കുന്ന പ്ലാനറ്റ്. അപ്പോൾ അയാളുടെ എങ്ങനെയായിരിക്കും അയാളുടെ ഒരു തോട്ട് പാറ്റേൺ? സ്റ്റേബിൾ ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മാനസിക രോഗം ഉണ്ടെന്നല്ല കേട്ടോ. മാറി മാറി വരും. ഈ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുമോ? മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ? മറ്റുള്ളവരുടെ ഇമോഷൻസ് ഇവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവർക്ക് ഈ ഇമോഷൻസ് ഒക്കെ ഉള്ളത് കാരണം വേറൊരാൾ അവരുടെ ഇമോഷൻസ് പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇവർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു എന്താ പറയുക, ബോൺ ഹീലേഴ്സാണ്. ഇവരുടെ അടുത്തൊക്കെ ചെന്ന് നമ്മൾ ദുഃഖം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതായത് അമ്മ കേൾക്കുന്നവർ ഇവർ കേൾക്കുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയും കൂടിയാണല്ലോ. അപ്പം ഇവർ ഹീലിംഗ് പ്രൊഫഷനൊക്കെ ഇത് വളരെ നല്ലതാണ്. സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ്. അത് മാത്രമല്ല, ഇവർക്ക് ആസ്ട്രോളജിയിൽ ഇവർക്ക് വല്ല ബന്ധമുണ്ടോ? എക്സലന്റ് ആസ്ട്രോളജേഴ്സ്. കാര്യം എന്താ അറിയോ? ചന്ദ്രൻ ഈ പറയുന്ന പോലെ സകല കലകളും ചന്ദ്രൻ്റെ കയ്യിലാണ്. സകല കലകളും ചന്ദ്രനെ കൊണ്ടാണ് നമ്മൾ ഈ കലകൾ പറയുന്നത്. എല്ലാ കലകളും ചന്ദ്രൻ്റെ പോക്കറ്റിലാണ്. അതുകൊണ്ട് ഇവർ എക്സലന്റ് ആസ്ട്രോളജേഴ്സാണ്. കല, സാഹിത്യം എന്തും ആയിക്കോട്ടെ എല്ലാം ഇവരുടെ. പിന്നെ വേറൊരു കാര്യം കൂടി, അസ്ട്രോളജേഴ്സിൻ്റെ പ്രധാനമായിട്ട് വേണ്ടൊരു കാര്യമുണ്ട്. എന്താണ്? വാക്ക് മാത്രമല്ല, കേൾക്കാനുള്ള കഴിവ്. ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ആളുടെ അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ ക്ഷമാപൂർവ്വം കേൾക്കണം. ക്ഷമാപൂർവ്വം കേൾക്കണം. എന്ത് പറഞ്ഞാലും, എന്ത് അർത്ഥം പറഞ്ഞാലും, ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട ശേഷമായി നടക്കണം. സാധാരണ മനുഷ്യന്മാർക്ക് ഇല്ലാത്തത് ഒരു സ്വഭാവമാണ്. ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലാതെ കേൾവി കുറച്ച് കുറവാണ്. അസ്ട്രോളജിക്ക് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി, നമ്മുടെ മുമ്പിൽ ഒരു കസ്റ്റമർ വന്ന് റട്ടവറിൽ കഴിയും, എങ്ങനത്തെ മനുഷ്യനായാലും അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളും, മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ആൻസറും അവരുടെ പാർട്ട്ണർമാർക്ക് നോക്കും. ഒരാളെ ക്ഷണിക്കണമെങ്കിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കേട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആൻസറും നമുക്ക് അവിടെ കിട്ടും. പ്രത്യേകിച്ച് അസ്ട്രോളജിസ്റ്റിൻ്റെ മെയിൻ ക്വാളിറ്റിയാണ്.
ഞാൻ പറയുന്നത് കൊണ്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാവും. നമ്മുടെ ഈ തെറാപ്പി സെക്ഷനിലൊക്കെ കൂടുതൽ നടക്കുന്നത് കേൾവി മാത്രമാണ്. തെറാപ്പി സെഷൻസ് ഉണ്ടല്ലോ, ആളുകൾ പല പ്രശ്നങ്ങളായിട്ട് ചെല്ലുമ്പോൾ അവരൊരു 45 മണിക്കൂർ 45 മിനിറ്റ് സമയം കൊടുക്കും, അല്ല അരമണിക്കൂർ സമയം കൊടുക്കും. ഈ അരമണിക്കൂർ സംഭവിക്കുന്നത് എന്താണെന്നറിയുമോ? നമ്മൾ പറയുക ചെയ്യുന്നത്, അവരിത് മുഴുവൻ കേൾക്കും. തിരിച്ച് ഒരു വാക്ക് പോലും നമ്മളോട് പറയില്ല, ശരിയായിരുന്നോ തെറ്റായിരുന്നോ ഒന്നും പറയില്ല. ഈ 30 മിനിറ്റ് സെഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ആൾ പറയും, ഓ എന്തൊരു സമാധാനം, അയാൾ ഡോക്ടർ കൊള്ളാം, അയാൾ ഒന്നും ചെയ്തില്ല, അയാൾ മിണ്ടാണ്ടിരുന്ന് കേട്ടുള്ളൂ. ആ കേൾക്കാനുള്ള ക്വാളിറ്റിയാണത്, അതൊരു ക്വാളിറ്റിയാണ്. നമ്മളെങ്ങനെയാണ്, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളുടെ ഈഗോ വർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ കയറി പറയണ്ടേ, എന്നാലും നമുക്ക് സമാധാനമുള്ളൂ. അപ്പോൾ അതൊരു ക്വാളിറ്റിയാണ്. ഇവർ വളരെ റെസ്റ്റ്ലെസ്സാണ്, ഇരിക്കാൻ പറ്റത്തില്ല ഇവർക്ക് ഒന്നുമില്ല, എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, അല്ലെങ്കിൽ ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് വരണം. കാര്യം ആ ചന്ദ്രൻ്റെ ആ സ്വഭാവം കാണിക്കും, മനസ്സിലായി? എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, അത് ചന്ദ്രൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവർ വളരെ എന്താ പറയാ, സ്വപ്നാടകരാണ്. പകൽ സ്വപ്നം, ദിവാസ്വപ്നം, എന്താ സാറേ? ആ, ദിവാസ്വപ്നമൊക്കെ കാണുന്നവരാണ്. വളരെ പകൽക്കിനാവ്, അത് തന്നെ. പിന്നെ നല്ല ട്രാവലേഴ്സ് ആട്ടോ ഇവർ. കാര്യം അത് മൂണിന്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ മൂൺ അപ്സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? ബേസിക്കലി നമ്മളുടെ എല്ലാം മനസ്സ് അപ്സെറ്റ് ആണെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്താ ചെയ്യേണ്ടത്? ട്രാവൽ ചെയ്യുക. ഓക്കെ, ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ മൂൺ സ്റ്റേബിൾ ആവും. അതുപോലെ തന്നെ 3rd ഹൗസിൽ മൂൺ നിൽക്കുകയാണെങ്കിലും ട്രാവൽ ചെയ്യുക. 3rd ഹൗസ് എന്ന് പറഞ്ഞാൽ ട്രാവലിൻ്റെ ആണ്. 3rd ഹൗസിൽ ചന്ദ്രൻ അത്ര കംഫർട്ട് അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. അപ്പോൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു മനസ്സിന് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. പറയുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം, ചന്ദ്രന് ബലമുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കണം. ചന്ദ്രന്റെ ബലം നിർണ്ണയിക്കുക എങ്ങനെയാണെന്ന് അറിയാലോ, പഠിച്ചിട്ടുണ്ടല്ലോ, സംശയം ഉണ്ടാക്കുന്നത്. ചന്ദ്രന്റെ ബലം നിർണ്ണയിക്കുക എങ്ങനെയാണ് എല്ലാവർക്കും അറിയില്ലേ? ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും. ഇപ്പോൾ ചന്ദ്രനും സൂര്യനും ഒരു ജാതകത്തിൽ ഒന്നിച്ച് നിൽക്കുകയാണ്. ചന്ദ്രന് ബലമുണ്ടോ? അമാവാസി അല്ലെങ്കിൽ ചതുർദശി അല്ലെങ്കിൽ പ്രഥമ. അല്ലെങ്കിൽ ചതുർദശി, അമാവാസി, പ്രഥമ, മൂന്നിൽ ഏതെങ്കിലും ഉണ്ടായി. അതേസമയം ചന്ദ്രൻ നിൽക്കുന്നതിന് 7ാമത്തെ രാശിയിലാണ് സൂര്യൻ നിൽക്കുക. പൂർണ്ണകരം. ചന്ദ്രന്റെ ബലമുണ്ടെങ്കിൽ ആൾക്കും ബലമുണ്ട്. അപ്പൊ ചന്ദ്രന്റെ ബലം അനുസരിച്ചിട്ടാണ് വ്യക്തിയുടെ സ്വഭാവം കൂടി നമ്മൾ ചെയ്യുന്നത്. സാറേ, സൂര്യൻ നിൽക്കുന്ന രാശിയുടെ 2ാമത്തെയോ 3ാമത്തെയോ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് വിചാരിക്കാം. ക്ലോക്കേഴ്സ് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ 2ാമത്തെയോ 3ാമത്തെയോ, അപ്പോഴേ ചന്ദ്രന്റെ ബലമുണ്ടോ? ഇല്ല. സൂര്യൻ നിൽക്കുന്ന രാശി പോലെ 5 രാശി വരെ ചന്ദ്രന്, പഞ്ചമി വരെ ചന്ദ്രന് ബലം ഉണ്ടാവില്ല. അത് കഴിഞ്ഞാലാണ് ചന്ദ്രൻ ബലവാനായിട്ട് സൂര്യൻ നിൽക്കുന്നതിന് 7ാമത്തെ രാശിയിൽ വരുമ്പോൾ പൂർണ്ണചന്ദ്രനായി. പിന്നെ 7ാമത്തെ രാശി കഴിഞ്ഞിട്ട് 5 ദിവസം വരെ, പൂർണ്ണചന്ദ്രൻ കഴിഞ്ഞിട്ട് 5 ദിവസം വരെ ചന്ദ്രന് പൂർണ്ണ ബലമുണ്ട്. അത് കഴിഞ്ഞാൽ ചന്ദ്രൻ ബലം കുറഞ്ഞ് വന്ന് സൂര്യൻ്റെ അടുത്ത് വരുമ്പോൾ അല്പം പോലും വരില്ല. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ കാണണം. സൂര്യനും ചന്ദ്രനും ജാതകത്തിൽ എവിടെ നിൽക്കുന്നു നോക്കണം. ഒരു ജാതകത്തിൻ്റെ അകത്ത് സൂര്യൻ്റെ പൊസിഷനെ ഇടവത്തിൽ നിൽക്കുന്നു. അത് തന്നെ ചന്ദ്രൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കർക്കിടകത്തിലാണ്, 3 ബലവാനല്ല. പറഞ്ഞാൽ ബലവാനല്ല, പക്ഷേ ചന്ദ്രൻ ബലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ സർപ്പം നിൽക്കുന്നതുകൊണ്ട് അവൻ പവർ ഉണ്ടായിരുന്നു. ചന്ദ്രനും സർപ്പം കൂടെ നിൽക്കുന്നത് വലിയ കോംപ്ലിക്കേഷൻ, ബുദ്ധിമുട്ട്. ഞാൻ എന്തേ പറഞ്ഞു, ക്രിയേറ്റിവിറ്റിയിൽ ഹൈ ലെവലാണ്. ചെറുകഥ, കഥാകൃത്ത്, ചെറുകഥാകൃത്ത്, അങ്ങനെ എഴുത്തിന്റെ മേഖല. വേറൊരു കാര്യമാണ്, ഈ സ്വന്തം കാര്യം പറഞ്ഞു പോകുന്നത്, സ്വന്തം കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. സ്വന്തമായിട്ട് കൊടുക്കാറില്ല, ഒട്ടും കൊടുക്കാറില്ല. ഞാനിപ്പോ ക്രിയേറ്റിവിറ്റി എന്നത് ദൗർബല്യമാകാ ചെയ്യണ്ടേ, പക്ഷെ ഇവിടെ എന്റെ കാര്യത്തില് ദൗർബല്യമല്ല. സാറേ ഞാൻ പറയട്ടെ, സിമ്പിളാണ്. സാറിൻ്റെ 3rd ഹൗസ് അല്ലേ? ആ 3rd ഹൗസ് ആണോ? 3rd ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ എഴുത്ത് മുഴുവൻ 3rd ഹൗസാണ്. എഴുതുന്നത് മുഴുവൻ ചന്ദ്രനും രാഹുവും കൂടിയാണ് നിൽക്കണേ. രാഹു എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് ആണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. അപ്പം മനസ്സിൽ എന്ത് വരും? ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് വരും. സോ മെനി ഐഡിയാസ്. മനസ്സിലായ? രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റ് നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടല്ലോ.
അപ്പം ഇല്ലാത്തത് ഉണ്ടാക്കുന്ന ആരാ? രാഹുവാണ്. ഓക്കെ, അപ്പൊ സാറ് തേർഡ് ഹൗസിന്റെ എഴുത്തും കൂടി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ് എക്സലന്റ് ആവും. ഭ്രാന്തമായെന്നല്ല ഞാൻ പറഞ്ഞു, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഐഡിയാസുകളെയാണ് നമ്മൾ പറയുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് ഉണ്ട്. ഭ്രാന്തമായെന്നല്ല ഞാൻ പറയട്ടെ, ഇവിടുത്തെ എല്ലാ റവല്യൂഷണറീസും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ചന്ദ്രനാണ് ലഗ്നത്തിൽ, അവർ സുന്ദരനായിരിക്കും, കാര്യങ്ങൾക്ക് ഉറപ്പില്ലാത്തവരായിരിക്കും. ലഗ്നത്തിൽ പൂർണ്ണചന്ദ്രനാണെങ്കിൽ അവർക്ക് ദീർഘായുസ് ഉണ്ടാകും, വിദ്യ ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ജാതകം നോക്കുമ്പോൾ ലഗ്നാല് മാത്രമല്ല ചന്ദ്രാല് കൂടി നോക്കും. ഓക്കെ, ചന്ദ്രൻ ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ് ജാതകത്തിൽ. കാര്യം നമ്മുടെ മനസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മുഴുവൻ ചന്ദ്രനാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയും കൂടി ഉണ്ട്. ചന്ദ്രൻ നിൽക്കുന്ന പ്ലേസ് ഒന്നാം ഭാവമായിട്ട് നോക്കുന്ന ഒരു രീതിയും കൂടി ഉണ്ട്. എന്താ കാരണം സമയം ഉണ്ടാവില്ല, സമയം ഉണ്ടെങ്കിൽ മാത്രമേ ലഗ്നം കിട്ടുള്ളൂ. ചന്ദ്രൻ തന്നെ 24 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ ചന്ദ്രൻ ലഗ്നമാക്കി എടുത്തിട്ട് നമുക്ക് ഫലം പറയും. ഇടവത്തിലോ കർക്കിടകത്തിലോ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ നല്ല കാശുള്ള ആളുകളായി മാറും. ഓക്കെ, കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ, കർക്കിടകം ലഗ്നമാണ്, ചന്ദ്രൻ അവിടെയാണെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഹൈലി ഇമോഷണലായി പോകും. ഇവരുടെ ഇമോഷൻസിന് ഇവർക്ക് തന്നെ ഒന്നും ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ചന്ദ്രൻ സ്വക്ഷേത്രത്തിലുമാണ്, ഒന്നാം ഭാവത്തിലുമാണ്. അപ്പോൾ ഇവരുടെ ഇമോഷൻസിന് ഇവർക്ക് തന്നെ ഒരു പിടുത്തം കിട്ടൂല. എൻ്റെ ഇമോഷൻസെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. വളരെ മൂഡി ആയിട്ടുള്ള ആളുകളാണ്. ലാസ്റ്റ് നിമിഷമൊക്കെ ഇവർ പ്ലാൻ ചേഞ്ച് ചെയ്ത് കളയും. ചില ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അവസാന നിമിഷം ഞാൻ വരക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ആർക്കും ഇവരെ തിരുത്താൻ പറ്റില്ല. എടുത്തതാണ്, പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബേസിക്കലി എല്ലാം പോസിറ്റീവാണ്. പിന്നെ ചന്ദ്രന് കുറച്ച് സ്റ്റെബിലിറ്റി കൊടുക്കാൻ പറ്റുന്നത് അറിയാലോ. വ്യാഴം കുറച്ച് സ്റ്റെബിലിറ്റി കൊടുക്കും, സാറ്റേൺ സ്റ്റെബിലിറ്റി കൊടുക്കും. പക്ഷെ സാറ്റേണിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കർ പോലെയാണ്. ഹൈ പ്രഷറാണ്, സ്ട്രെസ്സാണ്, റെസ്റ്റ്ലെസ് ആയി പോവുകയാണ്. എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. സാറ്റേൺ എന്ന് പറഞ്ഞാൽ വളരെ വയസ്സായ ഒരു കാർന്നവരാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ്. അപ്പോൾ അത് സ്റ്റെബിലിറ്റി കൊടുക്കുമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവരുടെ പൊസിഷനൊക്കെ വേഴ്സ് ആണെങ്കിൽ, അതായത് സാറ്റേണിൻ്റെ പൊസിഷനും മൂണിൻ്റെ പൊസിഷനൊക്കെ വേഴ്സ് ആണെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേഷനിലോട്ടാണ് ആളെ കൊണ്ടുപോകുന്നത്. നമ്മളെ പോസിറ്റീവ് ആസ്പെക്റ്റിലെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ആരോഗ്യം ചന്ദ്രനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ചന്ദ്രാൽ നമ്മൾ നോക്കുമല്ലോ. ചന്ദ്രനാണ് ദീർഘായുസിനെ റെപ്രസെന്റ് ചെയ്യുന്നതല്ല. ബ്ലഡ് ചന്ദ്രനും മാസമായിട്ടും ബന്ധമുണ്ട്, രണ്ടുമായിട്ടും ബന്ധമുണ്ട്. ആരോഗ്യത്തിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പൂർണ്ണചന്ദ്രനാണ് ലഗ്നത്തിലാണെങ്കിൽ ആൾക്ക് ദീർഘായുസല്ലേ, നല്ല ആയുസാണ്, ആയുസിന് പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ചന്ദ്രനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാം. കാര്യം ചന്ദ്രൻ്റെ ഇൻഫ്ലുവൻസ് വരുമ്പം ആൾ കഫപ്രകൃതി ആയിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ഗ്രഹങ്ങളുടെ കുറേ പ്ലാനറ്റിൻ്റെ ഇത് പഠിച്ചായിരുന്നു. കഫം, പിത്തം, വാദം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കാം. ചന്ദ്രന് ബലമില്ലെങ്കിൽ അതുപോലെ രോഗാവസ്ഥ വരും, അതിൽ സംശയമില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ മനസ്സും ശരീരവും തമ്മിൽ അത്രയും കണക്റ്റഡാണ്. നമ്മുടെ മനസ്സ് സ്ട്രോങ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ശരീരം വീക്കാവും. അപ്പോൾ രോഗിയാവാനുള്ള സാധ്യതയുണ്ട് ചന്ദ്രന് ബലമില്ലെങ്കിൽ. ഓക്കെ, പിന്നെ ഈ ആളുകളെ ഡീൽ ചെയ്യാനുള്ളത്, അതാണ് ചന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാസസിനെ ഡീൽ ചെയ്യാൻ ഇതുപോലെ കപ്പാസിറ്റി ഉള്ളൊരു പ്ലാനറ്റ് ഇല്ല. ആളുകളാ, പൊതുജനങ്ങളാ, ചുറ്റുമുള്ള ആളുകളെ ഡീൽ ചെയ്യാൻ ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാനറ്റ് വേറെ ഇല്ല. അപ്പോൾ അതായല്ലോ. ഇനി എന്താ? ചൊവ്വയുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതോറിറ്റീവ് ആയിരിക്കും, ശരിയാണ്. അഗ്രസീവ് ആയിരിക്കും, ഇമ്പൾസീവ് ആയിരിക്കും. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ എടുത്തിയാട്ടം അല്ലേ. ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ദേഷ്യം, ആക്സിഡൻസ് ഉണ്ടാവും, അപകട സാധ്യതകൾ ഉണ്ടാവും. അതെ, ലീഡർഷിപ്പ് ക്വാളിറ്റി. കാണാൻ എങ്ങനെയായിരിക്കും? ഗ്ലാമർ ആയിരിക്കും. അതെ, കാണാൻ സുന്ദരനായിരിക്കും. അല്ല, അത് ചിലപ്പോൾ വേറെ പ്ലാനറ്ററി കോമ്പിനേഷൻസ് ഉണ്ടല്ലോ. സാറ് സുന്ദരനല്ലെന്ന് ഇപ്പൊ സാറ് മാത്രമേ പറയുള്ളൂ, ഞങ്ങളാരും പറയില്ല. ഓക്കെ, ശരീരത്തിൽ അവർക്ക് കൂടെ മുറിവുണ്ടാവും. നിങ്ങളുടെ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുക, ചൊവ്വ സ്ട്രോങ് ആണോ എന്താണെങ്കിലും നിങ്ങളൊരു പണി ചെയ്തോ, എന്തെങ്കിലും ഒരു പണി, ഒരു വാതിൽ ശരിയാക്കാൻ പോയാൽ മതി, പണി കഴിയുമ്പോഴേക്കും ബ്ലഡ് കണ്ടുണ്ടാവും. അത് നല്ലത്.
കൈമുറി കറിമുറി എവിടെയെങ്കിലും തട്ടുമുട്ട് ബ്ലഡ് കാണും. എനിക്കും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. ബ്ലഡ് കാണും ഇല്ലേ? ബ്ലഡ് കാണും. അദ്ദേഹം വൃശ്ചികരാശിയാണ്. അതൊക്കെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇതാണ്. ഏത് ഇതിപ്പോൾ നമ്മൾ ലഗ്നത്തിൽ അല്ലല്ല, ലഗ്നത്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നെഗറ്റീവ് അല്ല നോക്കുന്നത്. ഈ കള്ളനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണ്? ചൊവ്വയാണ്. കള്ളന്മാരുടെ ദൈവം ആരാണ് അറിയാവോ? തസ്കരന്മാരുടെ ദൈവം മുരുകൻ. തസ്കരന്മാരുടെ ദൈവം മുരുകൻ തന്നെയാണ്. ഞാനാക്കിയതല്ല, മുരുകനാണ്. മുരുകനാണ്. അതുകൊണ്ടല്ല മുരുകൻ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ആളാണ്. മുരുകൻ സേനാധിപതിയാണ്. പക്ഷെ ചോരന്മാരുടെ ദൈവം മുരുകനാണ്. സകല ശാസ്ത്രങ്ങളുടെയും ആള് മുരുകനാണ്. കാര്യം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ ഏത് ശാസ്ത്രവും പഠിച്ചോ, അൾട്ടിമേറ്റ്ലി ഇത് എവിടെ കൊണ്ടുപോകുന്ന അറിയുമോ? ചോരശാസ്ത്രം എന്ന് പറഞ്ഞൊരു ശാസ്ത്രമുണ്ട്. അൾട്ടിമേറ്റ്ലി ഇത് എവിടെ കൊണ്ടുപോകുന്ന അറിയാം നിങ്ങളാ? അൾട്ടിമേറ്റ്ലി സാറേ കുഴപ്പമില്ലല്ലോ സാർ. അൾട്ടിമേറ്റ്ലി എവിടെ കൊണ്ടുപോകും? നിങ്ങൾ ചോരശാസ്ത്രം പഠിച്ചോ, നിങ്ങൾ കാമശാസ്ത്രം പഠിച്ചോ, നിങ്ങൾ എന്ത് സാധനം വേണമെങ്കിലും പഠിച്ചോ. അതായത് നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്ന സംഭവങ്ങളാണ് ഈ ചോരശാസ്ത്രം കാമശാസ്ത്രം ഒക്കെ. അൾട്ടിമേറ്റ്ലി എവിടെ കൊണ്ടുപോകും? അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തിലോട്ട് പോകുന്ന അറിയാമോ? ആശുപത്രിയിലല്ല സാറേ, അല്ല, ശാസ്ത്രം ഞാൻ പറഞ്ഞു. അൾട്ടിമേറ്റ്ലി നമ്മൾ ആ എൻലൈൻമെന്റിലോട്ട് പോകും, ബോധാവസ്ഥയിലോട്ട് പോകും, ശുദ്ധബോധത്തിലോട്ട് പോകും. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. അതിനുവേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നത് ചോരശാസ്ത്രമാണോ? നിങ്ങൾ അത് നന്നായിട്ട് ചെയ്യുക, നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഉറപ്പുള്ള കേസാണ്. തസ്കരന്മാരുടെ ദൈവം മുരുകനാണ്. വേറെ പല കാര്യങ്ങളുടെ ഉണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്യണ കാരണം പറയുന്നില്ല. ഓക്കെ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ചൊവ്വ ശുക്രന്റെ രാശിയിൽ പോയി നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും സാറേ അറിയോ? ശുക്രന്റെ രാശിയിൽ പോയി വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ കേട്ടെ. ഒരു സ്ത്രീയുടെ ജാതകത്തില് ചൊവ്വയും ശുക്രനും കൂടി ഒന്നിച്ചിരുന്നു. അതേസമയത്ത് ഒരു പുരുഷന്റെ ജാതകത്തിൽ അവിടെ ചൊവ്വയില്ല, ശുക്രനുമില്ല, വ്യാഴമോ അല്ലെങ്കിൽ ബുധനാണെന്ന് വിചാരിക്കും. ഏഴാമത്തെ രാശിയിൽ പുരുഷന്റെ 7 ബുധൻ നിൽക്കുന്നു. സ്ത്രീയുടെ ജാതകത്തിൽ 7 ചൊവ്വയും ശുക്രനും നിൽക്കുന്നു. ഇവര് ഒന്നിച്ച് ജീവിക്കുമോ? ആ സ്ത്രീ വേറെ ആളത്ത് പോകും, വേറെ ആളെ കണ്ടുപിടിക്കും. വളരെ ഓപ്പണായിട്ട് പറയാം. ഹൈ ലെവൽ ബ്രഹ്മചാരി എങ്ങനെയാവുമെന്നറിയാം? നമ്മളെ ചിങ്ങാരത്തിൻ്റെ മാതിരിയാവും. ഉള്ളതൊക്കെ അനുഭവിച്ച് തീർന്നിട്ട് ഹൈലി ബ്രഹ്മചാരി. ഈ ബ്രഹ്മചാരി ഭാഗത്തിലാവുന്നത് എങ്ങനെയാണെന്ന് പറയാം? ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ ചീത്ത സ്വഭാവങ്ങളും അനുഭവിച്ച് തീർന്നിട്ട് ഇനി ഇവിടെ ഒന്നുമില്ല, ഞാൻ എല്ലാം കഴിഞ്ഞു. ചിന്മയാനന്ദ എങ്ങനെയായിരുന്നു അറിയാം? നമ്മൾ ക്ലാസ്സിൽ പറയുന്നത് ശരിയല്ല. അദ്ദേഹം എല്ലാം കഴിഞ്ഞു, എല്ലാം അനുഭവിച്ചിട്ട് ഇവിടെ ഒന്നും ബാക്കിയില്ല. ഇനി ഇത്രയേ ഉള്ളൂ, വേറെ വഴികളില്ല. അപ്പോൾ ഈ സ്ത്രീ പുരുഷന്മാരുടെ ജാതകം ഘടിപ്പിക്കുന്ന സമയത്ത് ഈ നമ്മൾ പ്രത്യേകിച്ച് ഏത് ഫാമിലിയുടെ ജീവിതവും ബെഡ്റൂമിലാണ്. ബെഡ്റൂമിൽ നല്ല ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതം കാപ്പിക്ക് മധുരണ്ടാവില്ല. രാവിലെ കാപ്പി എടുത്ത് മധുരയുടെ മൂത്ത് കിട്ടും. എന്താ കാര്യം? ഇതാണ് ജാതകം ഘടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇരിക്കുക. 7 ബുധൻ നിൽക്കുന്ന ഒരു പുരുഷൻ ഇൻപൊട്ടൽ എന്ന് പറയും. അപ്പോൾ അതേമാതിരി ഒരു സ്ത്രീക്ക് ഒരു അങ്ങനത്തെ ഒരു ജാതകം യോജിപ്പിച്ചെന്ത് ചെയ്യും? അപ്പോൾ അത് നോക്കി നമ്മളെ ജ്യോതിഷൻ്റെ കടമയാണ്. ഓപ്പണായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നില്ല, നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഓപ്പണായില്ലേ പറഞ്ഞില്ലേ? ഈ ഹിരോഷി പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട്. യോഗി കൺസെപ്റ്റ് പറഞ്ഞില്ലേ, അതിൽ ഒരു ന്യായമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുക്രൻ എന്ന് പറയുന്നത് സെമനാണ്. ഓക്കെ, ചൊവ്വ എന്ന് പറഞ്ഞ എനർജിയാണ്. അപ്പോൾ ആർക്കാണ് ഈ മൂലാധാരത്തിൽ നിന്ന് ഈ കുണ്ടലിനി ശക്തി ഉണർത്തി സഹസ്രാരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യും. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. അവിടെ ചൊവ്വയേക്കാൾ ബലം ശുക്രന് വേണം. കാര്യം ചൊവ്വ ശരീരമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യണത് കൂടുതൽ, ശരീരം. അപ്പോൾ ചൊവ്വയാണ് ബലം കൂടുതലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് സംഭവിക്കില്ല, വേറെ സംഭവിക്കും.
അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ശുക്രനാണ് ശുക്രനാണെന്നല്ല, ശുക്രൻ മീനത്തിൽ ഉച്ചത്തിലാണെങ്കിൽ ഓക്കെ, അതൊരു ഗുഡ് കോമ്പിനേഷനാണ്. കാര്യം ശുക്രൻ അങ്ങനെ നമ്മൾ അതിലോട്ട് കൊണ്ടുപോകത്തില്ല. പക്ഷെ ചൊവ്വ ശരീരമായിട്ട് ഭയങ്കര ബന്ധമാണ് ചൊവ്വയ്ക്ക്. ചൊവ്വയാണ് സ്ട്രോങ് എങ്കിൽ അങ്ങോട്ട് പോകില്ല, നേരെ ഇങ്ങോട്ട് പോകും. അതാണ് വ്യത്യാസം. അപ്പോൾ ആ സംഭവം പറഞ്ഞ സത്യമാണ്. പക്ഷെ നമ്മളെപ്പോലുള്ളവരുടെ ജാതകത്തിൽ കണ്ട ബുദ്ധിമുട്ടാണ്. അല്ലാണ്ട് യോഗികളുടെ ഇതിൽ കാണാറുണ്ട്. കാര്യം അവർ ആ എനർജിനെ, കാര്യം ഒറ്റ എനർജിയേ ഉള്ളൂ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ. ആകെ ഒരു ഒറ്റ ഊർജ്ജം കൊണ്ടേ നമ്മൾ വന്നിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ ആ കുണ്ടലിനി ശക്തി അത് ഭൗതികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണോ അതല്ല നമുക്കൊരു എന്താ പറയുക സ്പിരിച്വൽ എവോൾവ്മെൻറ്റ് ഉണ്ടാവണോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ആ എനർജി പോവും, അല്ലെങ്കിൽ അല്ലെ ഊർജ്ജരേതസ്സാവും. അതായത് ശിവനെയൊക്കെ ഊർജ്ജരേതസ് എന്നാണ് പറയുന്നത്. കാര്യം അവർക്ക് രേതസ് താഴത്തോട്ടല്ല മേളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം ചൊവ്വയാണെങ്കിൽ ശരീരത്തിൽ കൂടെ കൂടെ മുറിവുണ്ടാവും, കോപിയായിരിക്കും, രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്, അൽപായുസ് പറയാറുണ്ട്. മേടം, വൃശ്ചികം, മകരം ഇവിടെയാണ് ഈ ലഗ്നത്തിലാണ്, അതായത് ചൊവ്വയുടെ സ്വന്തം വീട്ടിലോ ചൊവ്വ ഉച്ചസ്ഥാനത്തോ ആണെങ്കിൽ നല്ല റിസൾട്ടാണ്. ഓക്കെ, എന്നാൽ ഈ സാറ് പറഞ്ഞ പോലെ മുറിവുകളൊക്കെ എന്തെങ്കിലും പണിയെടുക്കുമ്പം നമുക്ക് വരും. കാര്യം അത് ബേസിക്കാണ്. ചൂടുള്ള ശരീരമായിരിക്കും, ധൈര്യം ഉണ്ടാവും, നല്ല ധൈര്യശാലികളായിരിക്കും, സെൽഫ് കോൺഫിഡൻസ്, നേരത്തെ ലീഡർഷിപ്പ് പറഞ്ഞ പോലെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. ശരിയാണെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കും, ചൊവ്വയാണെങ്കിൽ ശരിയാവട്ടെ തെറ്റാവട്ടെ തീരുമാനം ഉണ്ടാവും. നല്ല ഗുഡ് ലുക്കിംഗ് ആയിരിക്കും, ശരീരത്തിൽ മുറിവുകളുടെ പാട് എന്തായാലും കാണും. പിന്നെ ഫസ്റ്റ് ഹൗസിലായതുകൊണ്ട് മാസം നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ ഗാർഹിക ജീവിതം എങ്ങനെയായിരിക്കും? 4 ദൃഷ്ടിയുണ്ട്, 7 ദൃഷ്ടിയുണ്ട്, 8 അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു ഡൊമസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത്? വിവാഹ ജീവിതം അല്ലെങ്കിൽ ഗാർഹിക ജീവിതം അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഇല്ലേ, അതൊക്കെ അവിടെ ഉണ്ടാവും. മിണ്ടാണ്ടിരിക്കൂലല്ലോ. സാറ് പറഞ്ഞ പോലെ ചിന്തയല്ലല്ലോ ആദ്യം പ്രവൃത്തിയാണല്ലോ, പിന്നെയാണല്ലോ ചിന്തിക്കണത്. ആ ഇഷ്യൂസ് ഉണ്ട്, ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ കട്ട്സ് ആൻഡ് ബേൺസ്, പൊള്ളലേക്കാനും സാധ്യത കൂടുതലാട്ടോ അവർക്ക്, അല്ലാണ്ടാകാൻ സാധ്യതയുണ്ട്. മാർസും സാറ്റേണും ഒരിക്കലും നല്ല കോമ്പിനേഷൻ അല്ല. അതേപോലെ തന്നെ മാർസും മെർക്കുറിയും നല്ല കോമ്പിനേഷൻ അല്ല കേട്ടോ. മെർക്കുറിയും സാറ് പറഞ്ഞ പോലെയാണ്, അതായത് ഒന്നാമത് ഇവർ രണ്ടും തമ്മിൽ ശത്രുക്കളാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ വിടത്തില്ല. മെർക്കുറി ഹൈലി ഇൻ്റലക്ച്വൽ ആണല്ലോ. മാർസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യണം, കാര്യങ്ങൾ പെട്ടെന്ന് നടപടിയാക്കണം. മെർക്കുറി അങ്ങനെ പെട്ടെന്ന് നടപടിയാക്കാൻ സമ്മതിക്കില്ല, കാര്യം അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം ആ എനർജി ബാലൻസ് ആവില്ല. മാർസ് രാഹു ആണെങ്കിലോ എക്സ്പ്ലോഷൻ എന്ന് പറയണത്, ആ ഹൗസിൽ ബോംബിട്ട പോലെയാണ്. ഏത് ഹൗസിലാണോ ആ ഹൗസിൽ ബോംബിട്ട പോലെ. ഓക്കെ, ഇവർ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എപ്പോഴും എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഫിസിക്കൽ വർക്കൗട്ട് എപ്പോഴും ചെയ്യുക. ഒരു ഫിസിക്കൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആങ്കർ ഇഷ്യൂസ് ഒക്കെ മാറും. അതാണ് ഇവർക്ക് പറയുന്ന ഒരു റെമഡി ആയിട്ട് പറയുന്ന സംഭവം. എപ്പോഴും ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. ശരി, ഇനി ബുധൻ മെലിഫിക്കാണോ ബെനിഫിക്കാണോ? അത് ശുഭനാണോ പാപനാണോ? ശുഭനാണ്. അപ്പോൾ ബുധൻ ബേസിക്കലി ഇന്ന റിസൾട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കുമല്ലോ അല്ലേ? പഠിക്കാൻ എടുക്കാനായിരിക്കും, ആയുസ് ഉണ്ടാവുമോ, കാണാൻ സുന്ദരനായിരിക്കുമോ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുമോ, വളരെ സ്മൈലി ഫേസ് ആയിരിക്കും, നല്ല കുട്ടികളെ പോലെയുള്ള പെരുമാറ്റമൊക്കെ ആയിരിക്കും. അതായത് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും ഇവരോട്, കാണാൻ സുന്ദരന്മാരായിരിക്കും. ഒരു പ്രിൻസ് ആണല്ലോ. ബുധൻ ഒറ്റയ്ക്ക് നിന്നാൽ മിടുക്കനാണ്. ബുധൻ ഒരു പാവനോട് ചേർന്നാൽ ബുധൻ പാവിയാണ്. ഇപ്പൊ ഒരു വക്കീലിന്റെ ജാതകം എടുത്തിട്ട് 2 ബുധനും ചൊവ്വയും കൂടി നിൽക്കുക എന്ന് കഴിക്കാം, വളരെ മിടുക്കനായ വക്കീലാവും. എന്തുകൊണ്ടാ? ബുധൻ ബുദ്ധിയുടെ ആളാണ്, ചൊവ്വ തീരുമാനമെടുക്കും. പിന്നെ ബുധനെ ഇത്തിരി കള്ള സ്വഭാവമുണ്ട്, കള്ളത്തരം ചെയ്യാം, കള്ളം പറയാം. അപ്പം വക്കീലിന് കള്ളം പറയാതെ വക്കീലിന് ജീവിക്കാൻ പറ്റില്ല. വക്കീലിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുക, കള്ളം പറയല്ല പറഞ്ഞ് ഞാൻ പറയുന്നത് കറക്റ്റാണ്, അങ്ങനെയല്ല വന്നത്, അങ്ങനെയല്ല. അതിന് തെളിവ്, ആ തെളിവ് ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കാൻ കഴിയും. കള്ളം പറയാതെ വക്കീലാവുന്നത്. നല്ലൊരു വക്കീലാവണമെന്നുണ്ടെങ്കിൽ തുളി പോലെ
അപ്പോൾ ഈ ബുധൻ്റെ ആരെ കൂടെ നിൽക്കുന്നോ ആ ആളുടെ സ്വഭാവം. ശുഭനോട് കൂടെ നിന്നാൽ ബുധൻ ശുഭനായി, മറ്റേ നിന്നാൽ ശുഭനാണ്, പാപനോട് നിന്നാൽ ബുധനാണ്. അതിൻ്റെ സ്വഭാവം. ഇവരുടെ സംഭാഷണം നമുക്ക് ഊഹിക്കാമല്ലോ എങ്ങനെ. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ബുധനെ വെല്ലാൻ ആരുമില്ല. അതേപോലെ ഇൻ്റലക്ച്വൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അസാമാന്യ ബുദ്ധിയായിരിക്കും, നല്ല അറിവായിരിക്കും. ഒരു കാര്യം കൂടി പറയാം, ആളെ പറ്റിക്കാൻ എടുക്കുന്നതായിരിക്കും. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ കാര്യത്തിൽ ഇവർ എക്സലന്റാ. പിന്നെ മാർക്കറ്റിംഗ് മാനേജേഴ്സൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്ന മിക്ക ആൾക്കാർ, ഇപ്പം നമ്മളൊരു LIC ഏജൻറ്റ് ഒരു പ്രാവശ്യം വന്ന് 2 പ്രാവശ്യം വന്നാൽ നമ്മൾ വീട്ടിൽ കയറ്റില്ല. പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലമില്ല. പക്ഷേ ഈ ചില ആൾക്കാർ 10 പ്രാവശ്യം പോയാലും പിന്നെയും അവിടെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു കഴിവാണ് ബിസിനസ് മാനേജർ. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ്, ഭയങ്കര അഡാപ്റ്റബിലിറ്റി അവർക്ക്. ഏത് സാഹചര്യത്തോട് ഇവർ പൊരുത്തപ്പെടും. കാര്യം ഇവർക്കൊരു ഡ്യുവാലിറ്റി ഉണ്ടല്ലോ. ഏതിനോട് പൊരുത്തപ്പെടാനുള്ള കഴിവൊക്കെ ഇവർക്ക് അസാമാന്യ കഴിവാണ്. ബേസിക്കലി ബുധൻ ലഗ്നത്തിൽ നല്ലതാണ്, നല്ല ആസ്ട്രോളജേഴ്സ് ആവും. ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ശരിയാണ്, നല്ല ആസ്ട്രോളജേഴ്സ് ആയിരിക്കും. നല്ല ഡീപ്പായിട്ട് ലോക്കൽ സയൻസിലൊക്കെ നല്ല നോളജ് ആയിരിക്കും. ഇത്തരം വിഷയങ്ങളിലൊക്കെ എല്ലാത്തിലും നല്ല നല്ല ബുധൻ സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിച്ച ആളാണല്ലോ. എല്ലാ കാര്യങ്ങളും വളരെ കഷ്ടപ്പെട്ട് സ്വയം പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് പുള്ളിക്ക് എല്ലാ അറിവിനോട് ഭയങ്കര ആഗ്രഹമാണ്. കാര്യം വ്യാഴമാണ് ബുധൻ്റെ അമ്മയുടെ ഭർത്താവ്, അച്ഛനല്ല. അപ്പോൾ വ്യാഴം ഭയങ്കര നോളജുള്ള ആളാണല്ലോ. ബുധൻ ജാരസന്തതി ആയത് കാരണം വ്യാഴം അങ്ങനെ ബുധനോട് അങ്ങനെ വേണ്ട വിധം വിദ്യകൾ പഠിപ്പിക്കാൻ ഒരു വിമുഖത കാട്ടി എന്നൊക്കെ ഒരു കഥയുണ്ട്. അത് കാരണം ബുധൻ സ്വയം പഠിക്കാൻ ഇറങ്ങിയെന്നാണ് പറയണത്. അത് അവര് ഏതോ 2 പ്ലാനറ്റുകൾ ഒരുമിച്ച് നിൽക്കുന്നതല്ലേ. ബുധനായിരിക്കും. കഥയുണ്ട് ബുധനും ശുക്രനും ഈ പറയുന്ന സർവ്വശാസ്ത്രങ്ങളും അറിയാവുന്ന ആളാണ് ശുക്രൻ എന്ന് പറയുന്നത്. ശുക്രൻ ഒരു നോർമൽ പേഴ്സൺ അല്ല. ഈ മൃത്യുഞ്ജയ മന്ത്രം ഇല്ലേ, അതായത് സഞ്ജീവിനി മന്ത്രം ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കുന്നത് ബുധനാണ്. സോറി ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ഈ ശുക്രനൊരു പ്രത്യേകതയുണ്ട്. ശുക്രൻ എവിടെ നിൽക്കുന്നോ അതിൻ്റെ 8th ഹൗസ്, നമ്മുടെ ജാതകത്തിൽ ശുക്രൻ എവിടെ നിൽക്കുന്നോ അതിൻ്റെ 8ാം ഭാവം ഇല്ലേ, 8ാം ഭാവം, അത് നമ്മുടെ എത്രാമത്തെ ഭാവം നോക്കുക. അതായത് ശുക്രൻ്റെ 8 ലഗ്നത്തിൻ്റെ എത്രയാന്ന് നോക്കുക. ആ ഭാവത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെത്തും ഒരു എന്താ പറയുക ജനിക്കുന്നതിന് ഒരു റൈസും ഉണ്ടാവും. അതായത് ഒരു നഷ്ടപ്പെടലും ഒരു തിരിച്ചുവരവും ഉണ്ടാവും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, എൻ്റെ ഇപ്പോൾ വിചാരിക്കുക എൻ്റെ മൂന്നാം ഭാവം എന്ന് പറയുന്നത് എൻ്റെ ശുക്രൻ നിൽക്കുന്നതിൻ്റെ 8ാം ഭാവമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3ാം ഭാവം നമ്മുടെ സിബ്ലിങ്സ് ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ അനിയനായിരിക്കും. എൻ്റെ അനിയൻ നാട് വിട്ടു പോകാനും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗുരു ഇപ്പം എൻ്റെ വൃശ്ചികമാണ്, എൻ്റെ 2ാണ് ശുക്രൻ നിൽക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം 8th എന്ന് പറയുന്നത് 9th ഹൗസ് ആവും, ലഗ്നത്തിൻ്റെ 9th ആവും. 9th എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. അപ്പോൾ ഗുരുവിനെ നഷ്ടപ്പെടാനും പിന്നെ ഗുരുവിനെ തിരിച്ചു കിട്ടാനും യോഗം ഉണ്ടാവും. മനസ്സിലായോ? അതെങ്ങനെ വേണം? ഇപ്പോൾ 7th വരുന്നതെങ്കിൽ ഭാര്യനെ ഒരിക്കലും നഷ്ടപ്പെടാനും പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അതേ ഭാര്യ തന്നെ ആവണമെന്നില്ല, തിരിച്ചു കിട്ടാനും അങ്ങനെയാണ്. അതേ ഗുരു തന്നെ ആവണമെന്നില്ല, തിരിച്ചു കിട്ടാനും എന്ത് സംഭവിക്കാം. ആ യോഗം നമുക്ക് തിരിച്ചു വരും, റിട്ടേൺ വരും. അങ്ങനെ ഒരു പ്രത്യേകത ശുക്രൻ്റെ കാര്യത്തിൽ പറയാറുണ്ട്. കാര്യം ഈ സഞ്ജീവിനി മന്ത്രമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയുന്ന ഒരു സംഭവം. അവിടെ വെക്കട്ടെ. അപ്പം മെർക്കുറിയും വീനസും കൂടി വന്നാലോ, ബുധനും ശുക്രനും കൂടി എങ്ങനെയായിരിക്കും ലഗ്നത്തിൽ? അവർ ഈ മ്യൂസീഷ്യൻസ് അങ്ങനത്തെ ക്വാളിറ്റിയൊക്കെ ഉള്ളവരില്ലേ. വീനസ് ബേസിക്കലി അതിൻ്റെ ആളാണ്. ബുധനും കൂടി വരുമ്പോൾ നല്ല പാട്ടുകാർ അങ്ങനെയുള്ള വളരെ ക്വാളിറ്റി ഉള്ള ആളുകളായിട്ട് മാറും. ബുധനും രാഹുവും കൂടി വന്നാൽ, അല്ലെങ്കിൽ ബുധനും കേതുവും കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ നെർവസ് സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബുധനാണ്. നെർവസ് സിസ്റ്റം പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ നോക്കുക, ബുധനും രാഹുവും തമ്മിലൊരു അസോസിയേഷൻ അവിടെ കാണാം. ഓക്കെ, ശ്വാസ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള ഇവർ എക്സലന്റ് ബിസിനസ്സുകാരാണെന്ന് ഞാൻ പറഞ്ഞു. ഇവർക്ക് ഈ പാറ്റേൺ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഈ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളില്ലേ, ആ പാറ്റേൺസ് ഫോളോ ചെയ്യാനും ഉള്ള കഴിവ് ഭയങ്കര അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ് ബുധൻ. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ബിസിനസ്സിൽ ഇവർ ശോഭിക്കും.
ഓക്കെ, ഇനി ആരാ ഉള്ളത്? ഇനി പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം. വ്യാഴം വന്നു കഴിഞ്ഞാൽ എല്ലാ പോസിറ്റീവ് റിസൾട്ടും അങ്ങ് പറഞ്ഞേക്കുക. ദീർഘായുസ്, നല്ല ആരോഗ്യം, നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ല വിദ്യാഭ്യാസം, നല്ല ധനം, ഇതെല്ലാം പറയുക. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം, ഇറസ്പെക്റ്റീവ് ഓഫ് രാശിയാണ് പറയുന്നത്, പ്ലാനിൻ്റെ ബലാബലം നോക്കുന്നില്ല. ബേസിക്കലി ഒന്നിൽ വ്യാഴം വന്നാലുള്ള റിസൾട്ട് ഇതൊക്കെയാണ്. അവരുടെ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയും ഗുരുവാണ്, അതുകൊണ്ട് തന്നെ ഒരു മാഗ്നറ്റിക് ഓറയായിരിക്കും അവർക്ക്. ആളുകൾ അവർ പറയുന്നത് സ്വീകരിക്കും. അവർക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, കുറച്ച് വണ്ണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം ഗുരു അറിയാമല്ലോ, ഗുരുക്കന്മാർ പൊതുവെ കുറച്ച് ഇത്തിരി വയറൊക്കെ വെച്ചിട്ടുള്ള പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളായത് കാരണം, വർത്തമാനം മാത്രം ഉള്ളത് കാരണം അവർ കുറച്ച് വണ്ണമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് രാശിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവേ. ഓക്കെ, ഇപ്പോൾ വ്യാഴം ജാതകത്തിന് അനുകൂലമായി വന്നാൽ ദൈവാധീനമുള്ള മനുഷ്യരായിരിക്കും. പിന്നെ വേറെ ഒരു കാര്യം കൂടി, ലക്ഷം ദോഷം ഗുരു കണ്ടി എന്ന് പറയും. ഒരു ജാതകത്തിൽ ലക്ഷം ദോഷങ്ങളുണ്ടെങ്കിലും വ്യാഴം ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ജാതകമാണെങ്കിൽ എവിടെ പോയാലും ദൈവാധീനം. ലക്ഷം ദോഷം വ്യാഴത്തിന്, അതെ, വ്യാഴം ഇപ്പോൾ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ 5 9 നോക്കണേ. വ്യാഴം നിൽക്കുന്ന പ്ലേസ്മെന്റ് മോശമാണെങ്കിലും വ്യാഴം നോക്കുന്നതിന് ഭയങ്കര എഫക്റ്റാണ്. നിൽക്കുന്നിടത്തൊന്ന് അമർത്തും പുള്ളി, ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്യിക്കും, വെയിറ്റ് കൂട്ടും. അതാണ് ഈ ശരീരമൊക്കെ വണ്ണം വെച്ച് പോകുമെന്ന് പറയുന്നത് ചിലപ്പോൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ചൊവ്വയുടെ രാശിയിലൊന്നാണ് പോയി നിൽക്കണമെങ്കിൽ ശരീരം അങ്ങനെ വണ്ണം വെച്ച് പോവില്ല കേട്ടോ. ലഗ്നം നിൽക്കുന്ന രാശിക്ക് പ്രത്യേകതയുണ്ട്. അതായത് ഈ ശുഷ്ക ഗ്രഹങ്ങളുണ്ട്, അതായത് സൂര്യൻ, ചൊവ്വ, പിന്നെ ആരാണുള്ളത്, ശനി. ഈ രാശികൾ, ഇവരുടെ ഓണർഷിപ്പിലുള്ള രാശികളിലാണ് ലഗ്നം പോയി നിൽക്കുന്നതെങ്കിൽ പൊതുവേ അവർ ലീനായിരിക്കും. മനസ്സിലായോ? മെലിഞ്ഞ ശരീരപ്രകൃതമായിരിക്കും. അതേസമയം ശുക്രനും വ്യാഴമൊക്കെ ആണെങ്കിൽ ഇവർക്ക് കുറച്ച് വണ്ണം കാണും. വ്യാഴത്തിൻ്റെ ഒപ്പം രാഹു നിൽക്കുന്നത് അത്രയും നന്നായിട്ട് പറയാറില്ല. വ്യാഴത്തിൻ്റെ ഒപ്പം രാഹുവോ സാറ്റേണോ ഉണ്ടെങ്കിൽ ഇവർക്ക് അധികം വണ്ണം കാണില്ല. കാര്യം രാഹു സാറ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇവരുടെ ലക്ഷ്യം ജീവിതത്തിൽ ഏറ്റവും കാര്യമുള്ളത് നോളജ് ആണെന്നാണ്. ഗുരു ചണ്ടാള യോഗം. വ്യാഴവും രാഹുവും കൂടി ഒന്നിച്ച് നിന്നാൽ അത് അത്ര നല്ലതല്ല. അത് ഗുരു ചണ്ടാല യോഗം. അതെ, ഇവർക്ക് ദീർഘായുസ്, സൗന്ദര്യം, സൽപുത്ര ലാഭം, വിദ്യാഗുണം, ദേഹസൗഖ്യം, ധനം, ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യണത് ആരാണ്? വ്യാഴം തന്നെയാണ്. എല്ലാം വ്യാഴം തന്നെയാണ്. ഇവരുടെ നോളജാണ് ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് പറഞ്ഞില്ല. ഇവരുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരു രാഹു അല്ല, ഗുരു ലഗ്നത്തിൽ നിന്നാലൊരു പ്രത്യേകത. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞെന്ന് വിചാരിക്കാം. ഇവർ മോശം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത്, സാധാരണ ചൊവ്വയാണെങ്കിൽ എന്ത് ചെയ്യും? മോശം പറഞ്ഞു കഴിഞ്ഞാൽ പോയി രണ്ടെണ്ണം കൊടുക്കും അല്ലേ? വ്യാഴത്തിൻ്റെ പ്രത്യേകിച്ച് വ്യാഴം ഉടനെ ചിന്തിക്കുക, ഇദ്ദേഹം എന്നെക്കുറിച്ച് മോശം പറയാനുള്ള കാരണം എന്തായിരിക്കും, അതിൻ്റെ പിന്നിലുള്ള ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്, അത് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇയാൾ എനിക്ക് കണ്ടു കഴിഞ്ഞാലും നീ എന്തുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല ചോദിക്കുന്നത്. ദേഷ്യത്തോടെ അല്ല, ഏത് സാഹചര്യത്തിലാണ് താങ്കൾ അത് പറയാനിടയായത്. ഡിസ്കസ് എന്നാണ് ഇവരുടെ പ്രത്യേകത. അതായത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, മനസ്സിലായോ? സംസാരിക്കുക, അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. കാര്യം അതിന് പിന്നിൽ ഇവർക്ക് നോളജ് ആവശ്യം. എവിടെ പോയി തപ്പിയാലും അറിവ് മതി. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാം, സാധാരണ പറയാത്തൊരു കാര്യമാണ്. ഒരു ജാതകത്തിൽ വ്യാഴം വളരെ ബലവാനായിട്ട് നിൽക്കുക, 5 1 5 നിന്നാൽ അവർ മറ്റുള്ളവരെ അനുസരിക്കുന്നതിന് കുറച്ച് കുറവുണ്ടാവും. ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണ്, എല്ലാം തികഞ്ഞ ഒരാളാണ്, എന്നെ കവിച്ച് വെക്കാൻ ഒരു ആരുമില്ല, ഒരു ധാരണ. അത് അവർക്ക് ദോഷമായിട്ട് വരും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഗുരു ആണല്ലോ നിൽക്കുന്ന ലഗ്നത്തിൽ. ഏതെങ്കിലും ഗുരുക്കന്മാർ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ? സാധാരണ നമ്മൾ പറയാത്ത കാര്യമാണ്, പക്ഷേ ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ്. ഒരു ബലവാനായിട്ട് ജാതകത്തിൽ നിൽക്കുന്നവർ, പ്രത്യേകിച്ച് 5 1 9 നിൽക്കുന്നവർ, അവരെ കവിഞ്ഞ് വേറൊരാളില്ല എന്നൊരു ധാരണ അവർക്കുണ്ടാവും. അവർ ചെയ്യുന്നതൊക്കെ കറക്റ്റാണ്. അതെ, നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോയാൽ നമ്മൾ വിട്ടുപോകുന്നില്ല, അവർ കറക്റ്റ് ചെയ്യും. ഇവർ അത് ഏറ്റവും കൂടുതൽ വയലൻ്റ് ആവുന്നത് എനിക്ക് തോന്നുന്നു ഗുരു രാഹു കോമ്പിനേഷൻ വരുമ്പോഴാണ്. കാര്യം രാഹു ഒരു മായ ഉണ്ടാകും, ഒരു ഇല്യൂഷൻ ഉണ്ടാകും. അപ്പോൾ പിന്നെ ഇവർക്ക് ആ ഒരു യഥാർത്ഥ ജ്ഞാനവും കൂടി ഇല്ലാണ്ടായി പോകും.
മനസ്സിലായോ? എന്താണ് യഥാർത്ഥത്തിലുള്ളതെന്നും കൂടി മനസ്സിലാവും. എന്നാൽ മറ്റൊരാൾ പറയുന്നത് കേൾക്കുമോ? അതൊട്ട് കേൾക്കൂല. കാര്യം ഇത് വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്ലാനറ്റാണ്, എന്തിനേയും വലുതാക്കുന്ന ഒരു പ്ലാനറ്റാണ്. രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലുതാക്കും. പക്ഷെ രാഹുവിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനറി വലിപ്പമാണ്, ഒറിജിനൽ ആയിട്ടുള്ളതല്ല. അപ്പോൾ ഇവരുടെ ആ ഒരു ഗുരു എന്നുള്ള ഒരു ഫീച്ചർ ഇല്ലേ, അത് ഭയങ്കരമായിട്ട് ഇവർക്ക് തന്നെ വലുതായി തോന്നും. അപ്പോൾ പിന്നെ വേറെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ഗുരു ചണ്ടാള യോഗമുള്ളവർക്ക് ഗുരുക്കന്മാരെ കിട്ടില്ലെന്ന് പറയണത്. കാര്യം ഏത് ഗുരു ഇവരുടെ മുമ്പിൽ വന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഗുരു ഇത്തിരി താഴെയല്ലേ. കാര്യം എനിക്കറിയാലോ എല്ലാ കാര്യങ്ങളും. അതാണ് അവരുടെ കുഴപ്പം. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. പക്ഷെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഇപ്പൊ ശ്രീരാമന്റെ ഫസ്റ്റ് ഹൗസ് വ്യാഴമാണ്, കർക്കിടകമാണ്. ശ്രീരാമന്റെ ഫസ്റ്റ് ഹൗസിൽ തന്നെ ചന്ദ്രനും ഉണ്ടായിരുന്നു. പുള്ളി ഹൈലി ഇമോഷണൽ ആയിരുന്നു, ഹൈലി നോളജുള്ള ആളായിരുന്നു. പക്ഷെ മര്യാദ പുരുഷോത്തമൻ നമ്മൾ പറയുന്നത് അദ്ദേഹത്തിനല്ലേ. മര്യാദ വിട്ടിതൊന്നും ചെയ്യില്ല, അത് ഇവരുടെ ഒരു ക്വാളിറ്റിയാണ്. കാര്യം ധാർമ്മികത എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കും. ഈ 12 ശനി വന്നു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് പറയാറുണ്ട് സാറേ. 12th ഹൗസ് സാറ്റേൺ ഭയങ്കര മോശമായിട്ട് പറയും. പക്ഷേ 12th ഹൗസ് സാറ്റേൺ ആണ്, പക്ഷേ ഫസ്റ്റ് ഹൗസിൽ ഗുരു ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും. 12 ശനിയാണെങ്കിൽ ഒരു നല്ലൊരു പണി കൊടുത്തിട്ടേ പോവുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഹൗസ് സാറ്റേൺ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സേവിങ് ആണ്. അതായത് അവരെ പിന്നൊന്നും നടപടിയാവില്ല. ഫസ്റ്റ് ഹൗസ് ഗുരു, 12th ഹൗസ് സാറ്റേൺ നിൽക്കുകയെന്ന് വിചാരിക്കാം. ഏതാണ്? ദൃഷ്ടിയൊന്നും വേണ്ട. 12ലാണ് സാറ്റേൺ നിൽക്കുന്നതെങ്കിൽ സാറ്റേൺ ഭയങ്കര ട്രബിളാണ്. പക്ഷേ ഫസ്റ്റ് ഹൗസിൽ ഗുരു വന്നു കഴിഞ്ഞാൽ ഹീസ് പ്രൊട്ടക്റ്റഡ്. അത് ആദ്യം എന്നോട് പറഞ്ഞ സാറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. സാറാണ് എന്നോട് ആദ്യം പറഞ്ഞത്. അതായത് ഞാനിങ്ങനെ സാറിനോട് സാർ 12ലെ സാറ്റേൺ പ്രശ്നമുള്ളൂ എന്ന് വെച്ചാൽ സാർ പറഞ്ഞു 12ലെ സാറ്റേൺ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫസ്റ്റ് ഹൗസിൽ ഗുരു നിൽക്കണ കാരണം അയാൾ സേവ്ഡ് ആണെന്ന് പറഞ്ഞു. അത് സാറ് പറഞ്ഞു, അത് ഞാൻ കേട്ടുപോയി. പിന്നെ അത് പിന്നീട് നമ്മൾ പല നിരീക്ഷണങ്ങൾ നടത്തിയപ്പോഴും പലരും പറഞ്ഞ് മനസ്സിലാക്കി ഇത് സത്യമാണെന്ന്. ബി വി രാമൻ സാർ പറയുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മിഥുനത്തിൽ നിൽക്കട്ടെ. എന്ത് പ്രശ്നം? ഒന്നും പ്രശ്നം ഇവിടെ വന്നവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം ഉണ്ടാക്കുന്നത് 8ാം ഭാവം, പ്രധാന പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ 8ാം ഭാവത്തിനെയാണ് നമ്മൾ ആസ്ട്രോളജി പഠിക്കുമ്പോൾ ട്രിഗർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ 8ാം ഭാവത്തിൻ്റെ ദുരിതം നിങ്ങൾക്ക് വരണം, അല്ലെങ്കിൽ 8ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട ഒക്കൾട്ടായിട്ടുള്ള, അതായത് നിഗൂഢ ശാസ്ത്രങ്ങളിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് താല്പര്യം വേണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന്. നിങ്ങൾ നിഗൂഢ വിദ്യ പഠിക്കുകയാണെങ്കിൽ ആ 8ാം ഭാവം നിങ്ങൾക്ക് തരുന്ന ഈ പ്രശ്നങ്ങളില്ലേ, ഇഷ്യൂസ് സോൾവ് ആവും. നിങ്ങൾ ഇതൊന്നും പഠിക്കാണ്ട് വീട്ടിൽ ഇരിക്കണമെങ്കിൽ തീർച്ചയായും പണി കിട്ടും. ഏതെങ്കിലും ഒരു രീതിയിൽ ആക്ടിവേറ്റ് ആവും. ഞാനൊരു ചെറിയൊരു ഇത് പറയാം. അത് ഞാനൊരു ഒരാൾ പുള്ളി പറയുന്നത് കേട്ടതാണ്. അതായത് പറഞ്ഞോട്ടെ സാറേ, കുഴപ്പമില്ല. അതായത് ഒരാളുടെ 4th ഹൗസിൽ സാറ്റേൺ ആണെന്ന് വിചാരിക്കുക. സാറ്റേൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ? വളരെ പഴയ കാര്യങ്ങളെയാണ്. ഓക്കെ, 4th ഹൗസ് റെപ്രസെൻറ്റ് ചെയ്യണത് വാഹനത്തിനെയാണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് കേട്ടതാണ്. അപ്പം ഒരാൾ വാഹനം വാങ്ങിക്കാൻ വേണ്ടി പോയി ഒരു പുതിയ വാഹനം വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. പുതിയ വാഹനം, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു വാഹനം. ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള പുതിയ വാഹനം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏത് പ്ലാനറ്റിനെയാണ്? വീനസിനെയാണ്. ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അയാൾ 4ാം ഭാവം കൊണ്ട് ചെയ്തത് വീനസിനെയാണ് അയാൾ ട്രിഗർ ചെയ്തത്. 4ൽ നിൽക്കുന്നത് സാറ്റേൺ ആണ്. അപ്പോൾ സാറ്റേൺ എന്ത് ചെയ്യും? സാറ്റേണിൻ്റെ ഡ്യൂട്ടി ചെയ്ത് തുടങ്ങും. എന്താ? വഴി കിടക്കും. മനസ്സിലായോ? നിരന്തരമായിട്ട് വർക്ക്ഷോപ്പിൽ കയറുക, യാത്ര പോകുമ്പോൾ എന്തെങ്കിലും തടസ്സം വരിക, ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ഇതേ ആള് 4 സാറ്റേൺ നിൽക്കുന്നു. ഇയാൾ പോയി വാങ്ങിക്കുന്നത് ഒരു വലിയ വെഹിക്കിൾ തന്നെയാണ്, പക്ഷെ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് വിചാരിച്ചോ, അയാൾക്ക് അതുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. കാര്യം എന്താ? ഓക്കെ, സാറ്റേൺ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനാണല്ലോ, കുഴപ്പമില്ല. കാര്യം സാറ്റേണിൻ്റെ പണി ചെയ്യണം. പുതിയ വണ്ടി വന്നു കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പുള്ളി പണി ചെയ്യും. പഴയ വണ്ടിയാണെങ്കിൽ പുള്ളി തന്നെയാണ്. പുള്ളി എപ്പോഴും പുള്ളിയുടെ, മനസ്സിലായോ, പുള്ളിയാണ് പിന്നെ ഓടുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു 2 വശങ്ങളുണ്ട്. നിങ്ങൾ 8ാം ഭാവത്തിനെ സാറ്റിസ്ഫൈ ചെയ്യണേ, അല്ല 8ാം ഭാവത്തിനെ നിങ്ങൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പം അത് ശരിയായിക്കോളും, അത് ചാലുവായിക്കോളും. അതാണ് ഈ 3 നിൽക്കുമ്പം 3 നല്ലൊരു പ്രശ്നമാണ്. 3 നിൽക്കുന്ന അതായത് ചന്ദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറയണത് ചന്ദ്രൻ്റെ സ്വഭാവത്തോടു കൂടി യാത്ര ചെയ്യാൻ. കുറേ യാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് ശരിയാവും, 3 സ്റ്റേബിളാവും. ഞാനൊരു ജനറൽ കേസ് എന്ന് പറഞ്ഞു കേട്ടോ. ഇല്ല, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അല്ലല്ല, അതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ് പറഞ്ഞതാണ്. അതിന് ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. സ്വക്ഷേത്രത്തിൽ നിൽക്കാം, ശത്രുക്ഷേത്രത്തിൽ നിൽക്കാം,
അങ്ങനെ അല്ലെങ്കിൽ ശനി വേറെ ഏതെങ്കിലും ഭാവാധിപനാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ജനറൽ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. മനസ്സിലായോ? ആ പോസിറ്റിവിറ്റി, അതായത് എല്ലാവർക്കും ഒരു അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പം ഗുരു ആണെങ്കിൽ അറിയാലോ, ഗുരു എല്ലാ സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നത് ഗുരുവാണ്. ഓക്കെ, ഇനി ആ ശുക്രൻ ഫസ്റ്റ് ഹൗസിലാണ് എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കൂലേ? സൂപ്പറായിരിക്കും. ശുക്രൻ ഫസ്റ്റ് ഹൗസിലാണ് അടിപൊളിയായിരിക്കും. കാര്യം കാണാനും സുന്ദരൻ, കലകളിലൊക്കെ കഴിവുള്ളവൻ, നന്നായിട്ട് സംസാരിക്കുന്നവൻ, ഭക്ഷണപ്രിയൻ, നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ താല്പര്യം അല്ലേ? ടേസ്റ്റ് നോക്കി ഭക്ഷണം കഴിക്കുക. അത് നമ്മുടെ വിഷയമല്ല. വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതിൽ ഇവര് ജനിച്ചവരെ ഇവര് മകരത്തിലോ കുംഭത്തിലോ ആണെങ്കിൽ ഇത് എക്സലന്റ് ആണെന്ന് പറയണം. കാര്യം മകരവും കുംഭവും അവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ യോഗകാരകൻ കൂടിയാണ്. യോഗകാരകനായ ശുക്രൻ അവരുടെ ലഗ്നത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷനാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞാൽ കലാകാരന്മാരാണ് ഈ എന്താണ് അതിന് പറയണത്, പ്ലഷറിന് എന്താ പറയണത്, ഭൗതികമായ സുഖങ്ങൾ അനുഭവിക്കാൻ വളരെ താല്പര്യമുള്ള ആളുകളാണ്. ഓക്കെ, യോഗകാരകൻ അറിയാലോ, യോഗകാരകൻ മകര ലഗ്നമാണ്. ശുക്രൻ യോഗകാരകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ശുക്രൻ 5-ന്റെയും 10-ന്റെയും മകര ലഗ്നത്തിന്റെ 5-ന്റെയും 10-ന്റെയും അധിപനാണ്. 5 എന്ന് പറഞ്ഞാൽ ത്രികോണമാണ്, 10 എന്ന് പറഞ്ഞാൽ കേന്ദ്രമാണ്. കേന്ദ്ര ത്രികോണത്തിന്റെ ആധിപത്യം ശുക്രന് വന്നു. കുംഭലഗ്നമാണ് വിചാരിക്കാൻ, 4-ന്റെയും 9-ന്റെയും 4 കേന്ദ്രമാണ്, 9 ത്രികോണമാണ്. അതുപോലെ തന്നെ ഈ ശുക്രന്റെ വീട് ഇടവം തുലാം, അവിടെ ശനി യോഗകാരകനാണ്. എന്തുകൊണ്ടാണ്? ഇടവലഗ്നമാണെങ്കിൽ ശനി 9-ഉം 10-ഉം ഭാവാധിപനാണ്. തുലാലഗ്നമാണെങ്കിൽ ശനി 4-ഉം 5-ഉം ഭാവാധിപനാണ്. യോഗ ഒരു കേന്ദ്ര ത്രികോണത്തിന്റെ ആധിപത്യം ഒരു ഗ്രഹത്തിന് വന്നാൽ ആ ഗ്രഹം യോഗകാരകൻ എന്ന് പറയും. അപ്പോൾ എല്ലാ ഭാഗ്യവും തുലാലഗ്നക്കാരന് എല്ലാ ഭാഗ്യം കൊടുക്കേണ്ട ആളായിരിക്കും ശനി. അയ്യോ, എൻ്റെ ജാതകത്തിലെ ശനി വളരെ ദശയാണ്, ഘട്ടമാണ്, എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ശനി കുഴപ്പക്കാരനാണ്. ഒരു കുഴപ്പമില്ല, ഇനി നിൽക്കേണ്ട സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ തിങ്കളാണ്. പൊതുവിലൊരു ധാരണ എല്ലാവർക്കും ഉള്ളതാണ്. ആര് ജാതകം നോക്കാൻ ഈ എൻ്റെ ശനി പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ശുക്രൻ നല്ലതാണ്. ശുക്രൻ നല്ലതല്ല, ശുക്രൻ പറ്റാത്ത സ്ഥാനത്ത് പോയി നിന്നാൽ ചെരുപ്പം പോകുന്നതായിട്ട് അടി ഇപ്പോഴുണ്ടാവും. ശുക്രൻ നല്ല സ്ഥാനത്തല്ലാതെ നല്ല ഗ്രഹത്തോട് യോഗം ചെയ്യാതെ നിന്നാൽ അടി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. എൻ്റെ ശുക്രദശയെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. അതേസമയത്ത് ശനി നല്ല സ്ഥാനത്ത് നിന്നാൽ എല്ലാവരുടെ ഭാഗ്യവും ഐശ്വര്യം കിട്ടും. ഒരു ജാതകത്തിലും ഒരാൾ മോശക്കാരൻ ഒരാൾ നല്ലതെന്ന് പറയില്ല. ആ ജാതകം നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാം. സാറേ, യോഗകാരൻ ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ, അതൊക്കെ ചെറിയ സംശയമുണ്ട്. ഓക്കെ, കേന്ദ്ര ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ? 1, 4, 7, 10. 4, 7, 10 അല്ലേ? ത്രികോണം എന്ന് പറയുന്നത് 5, 9 അല്ലേ? അപ്പം നിങ്ങൾ ഏത് ലഗ്നവും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്ലാനറ്റ്, ഏതെങ്കിലും ഒരു ഗ്രഹം നിങ്ങളുടെ കേന്ദ്രാധിപനും ആവണം, ത്രികോണാധിപനും ആവണം. അതാണ് ആ കൺസെപ്റ്റ്. ഇനി ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഇതാണ് ലഗ്നം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ലഗ്നം, ഇത് ഒന്നല്ലേ? 1, 2, 3, 4. ഈ 4-ാം ഭാവത്തിന്റെ ആധിപത്യം ആർക്കാ? ശുക്രൻ അല്ലേ? 5, 6, 7, 8, 9 അല്ലേ? 9-ാം ഭാവത്തിന്റെ ആധിപത്യം ആർക്കാ? ശുക്രൻ. അപ്പൊ ഈ കുംഭലഗ്നത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഭാവത്തിന്റെ ആധിപത്യം വന്നു? 4-ന്റെയും വന്നു, 9-ന്റെയും വന്നു. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്ന ആരാ? യോഗ കാരകനാണ്. മനസ്സിലായോ? അല്ലല്ല, നിക്കണമെന്നൊന്നുമില്ല. ഭാവാധിപത്യം. കുംഭം ലഗ്നത്തിൽ ഒരാൾ ജനിക്കുന്നു കുംഭം ലഗ്നത്തിൽ. അയാളെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ യോഗകാരകനാണെന്ന് ഇപ്പൊ പറഞ്ഞു. എങ്ങനെയാണ് യോഗകാരകനായത്?
കേന്ദ്രത്തിന്റെയും ത്രികോണത്തിന്റെയും ആധിപത്യം ഒരു പ്ലാനറ്റിന് വരണം. ഓക്കെ, ഒരേ പ്ലാനറ്റ്, കേന്ദ്രാധിപത്യവും ത്രികോണാധിപത്യവും വരണം. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം 1, 2, 3, 4 4-ാം ഭാവത്തിന്റെ ആധിപത്യം കേന്ദ്രമല്ലത് ശുക്രനാണ്. 5, 6, 7, 8, 9 9-ാം ഭാവത്തിന്റെ ആധിപത്യവും ശുക്രനാണ്. അപ്പൊ 4-ന്റെയും 9-ന്റെയും ആധിപത്യം വന്നത് കാരണം, അതായത് ഒരു കേന്ദ്രസ്ഥാനം ഒരു ത്രികോണസ്ഥാനത്തിന്റെ ആധിപത്യം ശുക്രന് വന്നത് കാരണം ശുക്രൻ ഇയാളെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനാണ്. ഇനി വേറൊരാള് മകരത്തിലാണ് ജനിക്കുന്നത് വിചാരിക്കാം. ഇവിടെയാണ് ഒരാൾ ജനിക്കുന്നത്. ഓക്കെ, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എണ്ണി നോക്കി. 1, 2, 3, 4, 5 അല്ലേ? 5-ാം ഭാവത്തിന്റെ ആധിപത്യം ആർക്കാ? ശുക്രൻ. 6, 7, 8, 9, 10 10-ാം ഭാവത്തിന്റെ ആധിപത്യവും ശുക്രനാണ്. ആണ്ടാ 5-ന്റെയും 10-ന്റെയും ആധിപത്യം ശുക്രന് തന്നെ വന്നു. അപ്പം മകരം ലഗ്നത്തിൽ ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ആരാണ്? അല്ലല്ല, പറയാം ബാക്കി പറയാം. യോഗകാരകനാണ്. ഓക്കെ, അപ്പം ഈ 2 ലഗ്നത്തിൽ ജനിച്ച ആളുകൾക്ക് എപ്പോഴും ശുക്രൻ വളരെ ബെനിഫിഷ്യൽ ആയിട്ടൊരു പ്ലാനറ്റ് ആണെന്ന് ആലോചിക്കുക. യോഗകാരകൻ ശുക്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുകയും കൂടിയാണെങ്കിലോ വളരെ നല്ല ഫലമായിരിക്കും. എന്തായാലും യോഗകാരകനാണ്. ആ ശുക്രൻ ഇപ്പോൾ ഇവിടെ മീനത്തിൽ നിൽക്കാതെ ഇരിക്കുക, വളരെ നല്ല. സാർ, എനിക്കൊരു ഡൗട്ട്. അതായത് ഈ ശുക്രൻ ഡെബിലി ആയി പോയിന്നായിരിക്കും, അതായത് നീചത്തിലായി പോയിന്നായിരിക്കും. യോഗകാരകം നീചത്തിലായിപ്പോയി. നീചഭംഗ രാജയോഗം ഉണ്ട്. അതായത് ചന്ദ്രനും ബുധനും ഇവിടെ നിൽക്കുന്നു. ഓക്കെ, അപ്പം നീചഭംഗ രാജയോഗം ഉണ്ട് ഇയാൾക്ക്. ഇയാൾക്ക് നീചഭംഗ രാജയോഗം വേണമെങ്കിൽ ഒരു 10-35 വയസ്സ് കഴിയുമല്ലോ എഫക്റ്റ്. അതുവരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇയാൾക്ക് ശുക്രന്റെ ദശ വരുമ്പോ ഇയാൾക്ക് നല്ല ഫലമല്ലേ ഉണ്ടാവുള്ളൂ? ഓക്കെ, ഞാൻ അങ്ങനെ ഒരു പറഞ്ഞു, നല്ല ഫലം ഉണ്ടാവും. ശരി. ഈ യോഗകാരകൻ എന്ന് പറഞ്ഞാൽ 3 ആളായിട്ടാവുള്ളൂ. ഒന്ന് ചൊവ്വ, ഒന്ന് ശുക്രൻ, ഒന്ന് ശനി. 3 ആൾക്ക് മാത്രമേ ശുക്രന്റെ കാര്യമല്ല, ശനിയുടെ കാര്യം, ചൊവ്വയുടെ കാര്യം, ശുക്രന്റെ. അടുത്ത പറയാം. ഓക്കെ, ഒരാള് ഇടവൻ ലഗ്നത്തിൽ ജനിക്കാന്ന് വിചാരിക്കാം. ശരിയല്ലേ സാറേ? ഇടവൻ ലഗ്നത്തിൽ ജനിക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത് 4, 7, 10, 5, 9 നോക്കിയേ. ശനി ഇയാളെ സംബന്ധിച്ചിടത്തോളം 9-ന്റെ അധിപതിയാണ്, 10-ന്റെ അധിപതിയാണ്. അതായത് ത്രികോണവും വന്നു, കേന്ദ്രവും വന്നു. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം, ഇടവൻ രാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം ശനി യോഗകാരകനാണ്. ഓക്കെ അല്ലേ? ഇതിനൊന്നും ഇല്ല. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഒരാളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരാളെ ലഗ്നം എന്താ പറയാ ഇവിടെ ആവുകയും, അതായത് മകരോ കുംഭോ ആവുകയും ശുക്രൻ ലഗ്നത്തിൽ വരികയും ചെയ്യുകയാണെങ്കിൽ പിന്നെന്താ നോക്കാൻ? അത് ഭയങ്കര പോസിറ്റീവ് റിസൾട്ട് അല്ലേ? അയാളെ പോലെ മിടുക്കൻ ആരാ ഉള്ളത്? മകരത്തില് നിജം വ്യാഴം നിൽക്കും. വ്യാഴത്തിന് നിജം വരാൻ വ്യാഴം മാത്രമേ ഉള്ളൂ. നമ്മൾ ആസ്പെക്ട് ചെയ്യുന്ന ഗ്രഹവും കൂടെ നിൽക്കുന്ന ഗ്രഹവും അതിന്റെ റിസൾട്ട് തരും. ഓക്കെ, നമ്മൾ വളരെ നിങ്ങൾക്കിപ്പോ രാജയോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ രാജയോഗത്തിന് എന്തെങ്കിലും അഫ്ലിക്ഷൻ വന്നു കഴിഞ്ഞാൽ പോയില്ലേ? അതേപോലെ തന്നെ തരാനുള്ള റിസൾട്ട് തരും, പക്ഷെ അത്രയും ബെനിഫിഷ്യൽ ആയിട്ട് തരാൻ കഴിയില്ല. എല്ലാ ഗ്രഹങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും. എനിക്ക് രാജയോഗമുണ്ട്, പക്ഷെ എന്റെ കൂട്ട് ശരിയില്ലെങ്കിലോ, എന്റെ കൂടെ നിൽക്കുന്ന ആള് ശരിയില്ലെങ്കില് രാജയോഗം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ യോഗം ആര് കൂടെ നിൽക്കുന്നോ അതിനനുസരിച്ച്. എന്റെ കൂടെ നല്ലൊരാള് നിൽക്കുകയാണ്, എന്റെ വേണ്ടപ്പെട്ട ആള് നിൽക്കുകയാണ്, അതിന്റെ ആ നിൽക്കുന്ന ആളുടെ സ്വഭാവം കൂടി നമുക്ക് സ്വാധീനിക്കും. നല്ല ആള് തന്നാൽ നല്ലതാണ്, ചീത്ത വളർന്നാൽ ചീത്ത വളർന്നു. അതാണല്ലോ നമ്മുടെ കൂട്ടുകൂടാണല്ലോ നമ്മുടെ സ്വഭാവം മാറ്റം വരുന്നത്. നല്ല ആൾക്കാരോട് ചേരണം എന്ന് പറഞ്ഞതിന് കാരണം നമ്മുടെ കുട്ടികളോട് പറയുന്നില്ലേ, അവന്റെ കൂടെ നടക്കാൻ പാടില്ല,
എന്താണെന്നാൽ നമുക്ക് കുട്ടി നമ്മളോട് ചോദിക്കാം എന്താണെന്നാൽ നമ്മൾ പണ്ട് ഒരു വാക്കുണ്ട്, കൂടേണ്ടവർ കൂടെ മാത്രമേ കൂടാൻ പാടുള്ളൂ, എല്ലാവരും കൂടെ പാടില്ല അല്ലേ? നമ്മൾ നല്ല ആൾക്കാരെ കൂടെ ചേർന്നാൽ ആ നന്മ നമ്മളിലേക്ക് വരും. അടുത്ത് പറഞ്ഞോട്ടെ, തുലാത്തിലാണെങ്കിൽ നോക്കിയേ, 1 2 3 ഇത് 4 ഇത് 5 കേന്ദ്രസ്ഥാനവും വന്നു, ത്രികോണസ്ഥാനവും വന്നു. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് പറയുന്നത് യോഗകാരകൻ. ശുക്രൻ യോഗകാരകനായ ശനി യോഗകാരൻ. ചൊവ്വയുടെ എടുക്കുക, ഇനി ചൊവ്വയും കൂടി ഉണ്ട്. ആ പറഞ്ഞുതരാം. ഇതാണ് ലഗ്നം എന്ന് വിചാരിക്കുക. ഓക്കെ, 1 2 3 4 5 അല്ലേ? 6 7 8 9 10. ലഗ്നത്തിന് ചൊവ്വ യോഗകാരനാണ്. ഓക്കെ, ഇനി ഇതാണ് ലഗ്നമെങ്കിലോ 1 2 3 4 5 6 7 8 9. അപ്പോഴും യോഗകാരകനായി. അപ്പൊ 3 പേരെ യോഗകാരകന്മാരാവുന്നുള്ളൂ. ആരൊക്കെയാണ് അറിയാലോ? അതെ, ചൊവ്വ ഇനി ശുക്രൻ. ബാക്കി ആർക്കും യോഗകാരകൻ. പിന്നെ വേറൊരു കണ്ടീഷൻ ഉണ്ട്, കേന്ദ്രാധിപതി ത്രികോണത്തിലാണെങ്കിൽ യോഗകാരകൻ എന്ന് പറയും. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു കേന്ദ്രാധിപതി, അത് 4 7 10 ഭാവാധിപൻ പോയിട്ട് 5 9 നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ യോഗകാരകൻ എന്ന് പറയും. പക്ഷേ കൂടുതൽ എഫക്റ്റീവ് ഇതാണ്. കാര്യം ഇവരാണ് നാച്ചുറലായിട്ട് ആ ക്വാളിറ്റി ഉള്ള ആള്. അപ്പൊ അത് പിടിയിട്ടില്ലേ? ശരി. അപ്പൊ ശുക്രനാണെങ്കിൽ വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ഈ പറഞ്ഞ പോലെ കലാകാരന്മാരാണ്, സാഹിത്യകാരന്മാരാണ്, ഈ സൗന്ദര്യം ആസ്വദിക്കുന്നവരാണ്, പിന്നെ എന്താ പറയാ, അത്തരം കാര്യങ്ങൾ വളരെ താല്പര്യമുള്ള ആളുകളാണ്. മ്യൂസിക് അറിയാവുന്ന ആളുകളാണ്, ഡ്രാമ അറിയാവുന്ന ആളുകളാണ്. പിന്നെ ഈ പൂക്കൾ ഇഷ്ടപ്പെടുന്നവരാണ്, നല്ല നല്ല സ്പ്രേസ്, അങ്ങനെ മൊത്തത്തിലൊരു സൗന്ദര്യമാണ് ഇവരുടെ മൊത്തം. ഓക്കെ, പിന്നെ ഭാര്യനോടും ഭർത്താവിനോടും ഭയങ്കര താല്പര്യമുള്ള ആളുകളാണ്. പിന്നെ എതിർലിംഗത്തിൽപ്പെട്ട ആളുകളോട് ഇവരോട് ഭയങ്കര താല്പര്യമാണ്. ചെറുപ്പത്തിലെ കല്യാണം നടക്കാൻ സാധ്യത കൂടുതലുള്ള ആളുകളാണ്. പിന്നെ ചെറുപ്പത്തിലെ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളാണ്. അതായത് എൻ്റെ കല്യാണം ഇങ്ങനെ ആയിരിക്കും, അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടില്ലേ? ചിലർക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഞാൻ കല്യാണം കഴിക്കണമെന്ന് മാത്രം പറയുന്ന ആളുകളുണ്ട് ചെറുപ്പത്തിലെ. എൻ്റെ കല്യാണം ഇങ്ങനെ നടത്തണം, അങ്ങനെ നടത്തണം എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ? അങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. നേരത്തെ കല്യാണം നടക്കും ഇവരുടെ. ചില കുട്ടികളുടെ എനിക്ക് ആൾക്കാരുണ്ടല്ലേ, കുട്ടി ഇത്ര ഉണ്ടാവുള്ളൂ. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ സൂക്ഷിക്കേണ്ട ആളുകളാണ്. ഓക്കെ, പിന്നെ ഇവര് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫാമിലിക്ക് വേണ്ടി ഇതുപോലെ സാക്രിഫൈസ് ചെയ്യുന്ന ആളുകൾ വേറെ ഇല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ കുടുംബത്തിന് വേണ്ടി ഇവർ എന്ത് ത്യാഗവും ചെയ്യും. ശുക്രൻ ത്യാഗത്തിൻ്റെ ഒരു പ്ലാനറ്റും കൂടിയാണ്, മറക്കരുത്. അങ്ങനെ ഒരു ക്വാളിറ്റിയും കൂടി ശുക്രനുണ്ട്. പിന്നെ ഇവര് ഏറ്റവും നല്ലത് നോക്കി ഇവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. കാര്യം ശുക്രൻ തന്നെ റിഫൈൻഡ് ആണ്, വളരെ റിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് ഈ സെമന ശുക്രനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. വളരെ റിഫൈൻഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും നല്ലത്, ഏറ്റവും വില കൂടിയത് അതൊക്കെ ഇവർക്ക് പറ്റുള്ളൂ. ജോലി കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. ഇവർ ചെയ്യുന്ന ജോലി നല്ല അങ്ങനത്തെ ജോലി ആയിരിക്കണം, അല്ലെങ്കിൽ ഇവർ എപ്പോഴും അൺസാറ്റിസ്ഫൈഡാണ്. എപ്പോഴും അങ്ങനെ, മനസ്സിലായോ? ഏറ്റവും നല്ലത് ലക്ഷറി അല്ലെങ്കിൽ നല്ലത് റിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഇവർക്ക് താല്പര്യം. ഓക്കെ, പിന്നെ പൈസ സമ്പാദിക്കും, പക്ഷേ ഇവരെ നന്നായിട്ട് ചെലവിക്കും. ലക്ഷറിയാണ്. കാശ് ഒരുപാട് ഉണ്ടാകും, അതേപോലെ ചിലവാകും. ചെറുതിലൊന്നും നിൽക്കില്ല, എല്ലാം വലുത് പിടിക്കുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഏറ്റവും സാറ്റേൺ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് പറയണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എന്തൊക്കെയായിരിക്കും? സാറ്റേൺ ഏറ്റവും വലിയ പ്ലാനറ്റ് ആണ്, ഏറ്റവും സ്ലോ മൂവിങ് പ്ലാനറ്റ് ആണ്. അതുകൊണ്ട് എന്താ ഡിലേ ഒക്കെ എങ്ങനെ ഉണ്ടാവും? ഡിലേ ഓക്കെ. സ്റ്റെബിലിറ്റി എങ്ങനെ പോകണമെന്നറിയോ? ഗ്രാഫ് ഇങ്ങനെ പതുക്കെ അത് അങ്ങ് എത്തുമ്പോഴേക്കും നമുക്ക് വയസ്സാവും. നമ്മൾ സാറ്റേണിനെ പോലെ ആവും. ലേസിനെസ്, നാളത്തേക്ക് കാര്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അലസത ഉണ്ടാവും, കാര്യങ്ങൾ താമസിപ്പിക്കും. പിന്നെ ലഗ്നത്തിൽ തന്നെ സാറ്റേൺ ആയത് കാരണം എന്തെങ്കിലും മറുകിൻ്റെ പാടോ മറ്റോ ഒക്കെ കാണും. രോഗം വരും.
സാറ്റേൺ ആണ് രോഗത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാരകൻ. അപ്പോൾ സാറ്റേൺ ലഗ്നത്തിലുണ്ടായാൽ രോഗവും ദുരിതവും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാണുമ്പോൾ കൂടുതൽ തോന്നിക്കും. പിന്നെ മെലിഞ്ഞ ആളുകളായിരിക്കും. സാറ്റേൺ ഒരു ശുഷ്കഗ്രഹമാണല്ലോ, അതുകൊണ്ട് മെലിഞ്ഞ ആളുകളായിരിക്കും. പിന്നെ ഫസ്റ്റ് ഹൗസിലിരിക്കുന്ന സാറ്റേൺ എങ്ങോട്ട് നോക്കും? 7th നോക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നെങ്കിൽ മാരേജിൽ ഡിലേ വരാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന സ്പൗസിന് കുറച്ച് കൂടുതൽ തോന്നിക്കാം. ഇതൊക്കെ സാറ്റേണിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഇവരുടെ പ്രത്യേകത, ഇവർക്ക് ഈ ഫോറിൻ കസ്റ്റം അത് ഈസിലി കോപ്പി ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലില്ല. ഫോറിൻ രീതികളില്ലേ, അന്യഭാഷ, അന്യ സംസ്കാരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കോപ്പി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വളരെ പെട്ടെന്ന് കോപ്പി ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. പിന്നെ ഇവർ സാറ്റേൺ അഫ്ലിക്റ്റഡ് അല്ലെങ്കിൽ വെൽ പൊസിഷൻ ആണെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തില്ല. രോഗികളെ കഷ്ടപ്പെടുന്നവരാ, അങ്ങനെ വൃദ്ധന്മാരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ സഹായിക്കുന്നവർ വേറെ ഇല്ല. നീതിമാന്മാരാണ് അഫ്ലിക്റ്റഡ് അല്ലെങ്കിൽ. നീതി വിട്ടൊന്നും ചെയ്യില്ല. നമ്മൾ പറയുന്ന ലോയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സാറ്റേണിനെയാണ്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, പക്ഷേ ഓവർ കോൺഫിഡൻസ് അല്ല, വളരെ ജെന്യുവൻ ആയിട്ടുള്ള കോൺഫിഡൻസ് ആണ് ഇവരുടെ. അവർക്ക് തന്നെ ഓവർ കോൺഫിഡൻസ് അല്ല, ചൊവ്വേനൊന്നും പോലെ അങ്ങനെയല്ല. വളരെ അവനറിയാം നമ്മുടെ കരുത്ത് എന്താണെന്ന് അറിയാം. സെൽഫ് ഡൗട്ടും ഉണ്ടാവും, പക്ഷെ അതൊന്നും പുറത്ത് കാണത്തില്ല. കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ ഗ്രേവ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ കാമായിട്ടുള്ള ആളുകളാണ്. തമാശ അങ്ങനെ ഉൾക്കൊള്ളുന്ന ആളുകളായിട്ട് നമുക്ക് തോന്നില്ല. കണ്ടു കഴിഞ്ഞാൽ തമാശ പറഞ്ഞ് നമുക്ക് തോന്നില്ല. അതേപോലെ സൂര്യനൊരു പ്രത്യേകത. സൂര്യൻ ഈ തമാശ ഇഷ്ടപ്പെടില്ല, കളിയാക്കുന്നത്. സൂര്യൻ ഫസ്റ്റ് ഹൗസിലാണെങ്കിലേ ആളുകളുടെ മുമ്പിൽ വെച്ചൊക്കെ കളിയാക്കി കഴിഞ്ഞാൽ മാറ്റി നിർത്തി നമ്മളോട് പറയും, മേലാൽ പറയരുതെന്ന് പറയും. കാര്യം അത് അവരൊരു മനസ്സിലായി, ഒരു ഈഗോ, എനിക്കൊരു പ്രശ്നം വരുന്നതാണ്. ഭയങ്കര ഈഗോ ഉള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പല ചാൻസസും നഷ്ടപ്പെടുന്നത് ഒന്നെങ്കിൽ ഇവരുടെ ശ്രദ്ധയില്ലായ്മ കാരണം, അല്ലെങ്കിൽ ഇവരുടെ അലസത കാരണം. ഒന്നാം ഭാഗത്ത് സാറ്റേൺ വരാൻ നേരത്ത് ഒന്നെങ്കിൽ ഇവരുടെ ശ്രദ്ധയില്ലായ്മ, അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ആ ഒരു ലേസിനെസ് കാരണം പല അവസരങ്ങളും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവരുടെ ലൈഫിൻ്റെ ഗ്രാഫ് പോകുന്നത്, അത് ഇവരൊരു പ്രവൃത്തി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടേ പോവുള്ളൂ. പെട്ടെന്നുള്ളൊരു ക്വിക്ക് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല, വളരെ സ്ലോ മൂവ്മെൻ്റ് ആണ്. പക്ഷേ റിസൾട്ട് സേർട്ടാണ്. അതിനെന്ത് ചെയ്യണം? ഇവർ ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ ആ കൺസിസ്റ്റൻസി ഇല്ലേ, സ്ഥിരതയാണ് ഇവർക്ക് വേണ്ടത്. റിസൾട്ടൊന്നും പെട്ടെന്നൊന്നും വരത്തില്ല. മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഇവർ ഹാർഡ് വർക്കാണ് ഇവരുടെ, അതായത് ഇവർ പറയുന്നത് ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് ഹാർഡ് വർക്ക് കൊണ്ടാണെന്നാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ. ഹാർഡ് വർക്ക് മാത്രമേ ശരിയായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് അവരെ തിരുത്താനും ബുദ്ധിമുട്ടാണ്. അല്ലല്ല, ഇന്ന് കാലം മാറി. ഇപ്പം സ്മാർട്ട് വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഹാർഡ് വർക്കും കൊണ്ട്, അതായത് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം കമ്പ്യൂട്ടറിനൊന്നും പ്രസക്തി ഇല്ലല്ലോ. പക്ഷെ ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ബോസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് തർക്കിക്കുകയും ചെയ്തു, പക്ഷെ പുള്ളി കൺവിൻസ്ഡ് ആയില്ല. ഹാർഡ് വർക്കിംഗ് അങ്ങനെയല്ല, ചില കാര്യങ്ങൾ നമുക്ക് സ്മാർട്ട് വർക്കായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലും ഹാർഡ് വർക്കിൽ എടുത്തിട്ട് ചെയ്തത് മനസ്സിലായി. ഒരു സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ അത് വേണ്ട, അതാ പേപ്പറെല്ലാം എടുക്കുക, കാൽക്കുലേറ്ററും എടുക്കുക എന്നും പറഞ്ഞിട്ട് അടിച്ചടിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട്. സമയം പോകാൻ വേണ്ടിയല്ല, അവർക്ക് അവരെ വിശ്വാസമുള്ളൂ. അവർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സമാധാനമുള്ളൂ. സാറ്റേൺ ഒറ്റയ്ക്ക് സാറ്റേൺ വളരെ പതുക്കെയല്ലേ മാറ്റം ഉണ്ടാവുള്ളൂ. സാറ്റേൺ മാറ്റം ഉണ്ടാവണമെങ്കിൽ കുറേ സമയം എടുക്കും. ഈ സാറ്റേൺ പൊതുവെ ഇനാക്റ്റീവ് ആക്കും എന്ന് പറഞ്ഞാൽ ആളുകളാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ സണ്ണിൻ്റെയോ ചൊവ്വയുടെ മാർസിൻ്റെയോ ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അതിന് കുറച്ച് ആശ്വാസം ഉണ്ടാകും. കാര്യം അവർ രണ്ടുപേരും കുറച്ച് പുഷ് ചെയ്യുന്ന ആളുകളായത് കാരണം ആ റിസൾട്ടിന് കുറച്ച് മാറ്റം പ്രതീക്ഷിക്കാം. ഒരു ഫേവറബിൾ കോമ്പിനേഷനൊന്നും അല്ല സണ്ണും സാറ്റേണും, പക്ഷേ സൺ നിർബന്ധിക്കും. ഏർലി ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെടുക ആളുകൾ. മിസ്ഫോർച്യൂൺ എന്ന് പറയുന്നത് ഇവരുടെ കൂടെ ഉള്ളതാണ്, പോക്കറ്റിലിട്ട് നടക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ സാറ്റേൺ ആയി. ഇനി രാഹുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? ആർക്കെങ്കിലും ഉണ്ടോ രാഹു ഫസ്റ്റ് ഹൗസിൽ? രാഹു ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്, അത് ശരിയാണ്. ഹൈ ഇല്യൂഷൻ, നല്ലതും വരാം.
ബേസിക്കലി രാഹു നമ്മൾ എഴുതിയേക്കുന്നത് അഭംഗി, കാണാൻ അത്ര ലുക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതിനോട് അതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റിൽ രാഹുവിനെ കാണാൻ ഭംഗി ഉണ്ടാവണം. കാര്യം രാഹു പോലെ ആളുകളെ മോഹിപ്പിക്കുന്ന ആരും ലോകത്തില്ല. ഇല്യൂഷനായത് കാരണം. പക്ഷെ അതിന് അഭംഗി എന്ന് പറയുന്നത് വേറെ രീതിയിൽ ക്യാരക്ടറിന് പ്രശ്നം ഉണ്ടാവും. ഉറപ്പുള്ള കേസാണ്. ആയുർബലവും ധർമ്മവും പുത്രന്മാരും കുറവായിരിക്കും. ആയുസ് കുറവായിരിക്കും, ധർമ്മബോധം കുറവായിരിക്കും. സത്യമാണ് അതൊക്കെ. പുത്രന്മാരും കുറവായിരിക്കും, ദുസ്വഭാവക്കാരനായിരിക്കും, ബലവും ബുദ്ധിയൊക്കെ ഉണ്ടാവും. കാര്യം മഹാവീരൻ എന്നാണ് രാഹുവിനെ പറഞ്ഞേക്കുന്നത്. അർദ്ധകായം മഹാവീര്യം, വീര്യമൊക്കെ ഉണ്ടാവും. രാഹുവിന് ബലമുള്ള രാശികളിൽ രാഹു നിന്നാൽ വെരി ഗുഡ്, പോസിറ്റീവ്, വളരെ പോസിറ്റീവാണ്. രാഹുവിന് ബലമുള്ള രാശികളിൽ രാഹു നിന്നാൽ. രാഹുവിന് ബലമുള്ള രാശി ഏതൊക്കെ ഒന്ന് പറയാമോ? രാഹുവിന് ബലമുള്ള രാശി ഒരു രാശിയുണ്ട്, രാഹുവിൻ്റെ ഉച്ചരാശി എന്ന് പറയപ്പെടുന്നത് ഇടവൻ. ഇടവൻ രാഹുവിൻ്റെ ഉച്ചരാശിയാണ്. വൃശ്ചികം കേതുവിൻ്റെ ഉച്ചരാശിയാണ്. എൻ്റെ ഒരു ഇതിൽ പ്രകാരം ആണ് ഞാൻ ഇത് പ്രകാരം 3 രാശികളാണ് രാഹുവിന് ബലമുള്ളതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അതൊന്ന് സാറ് പറഞ്ഞ പോലെ ഇടവമാണ്, മറ്റൊന്ന് മിഥുനമാണ്, മറ്റൊന്ന് കുംഭമാണ്. കാര്യം കുംഭത്തിന് കോ ഓണർ, അതായത് കുംഭൻ രാശിയുടെ കോ ഓണറായിട്ട് രാഹുവിനെ പറയുന്നുണ്ട്. ഓക്കെ, കോ ഓണർ, അതായത് കുംഭൻ രാശി രാഹുവിൻ്റെയും കൂടി, ശനിയുടെ മാത്രമല്ല രാഹുവിൻ്റെയും കൂടി ഓണർഷിപ്പിലാണ്. അതുപോലെ രാഹു ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ശനി ലഗ്നത്തിൽ നിൽക്കുന്ന പോലത്തെ റിസൾട്ടും തരും. കാര്യം രാഹുവിന് കുറേ സ്വഭാവം ഉണ്ട്, ശനിയുടേതായ സ്വഭാവം. ജാതകത്തിൽ രാഹുവും ശനിയും ഒരേ സ്വഭാവവും, കേതുവും ചൊവ്വയും ഒരു സ്വഭാവവും അങ്ങനെയാണ് പറയുന്നത്. അതെ, കേതു എന്ന് പറയുന്നത് ചൊവ്വയുടെ സ്വഭാവമാണ്, രാഹു എന്ന് പറയുന്നത് ശനിയുടെ സ്വഭാവമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കുമോ രാഹു ഉണ്ടെങ്കിൽ ലഗ്നത്തിൽ? സ്കിൻ ഡിസീസ് വരാം. അതിനേക്കാൾ വലിയ പ്രശ്നം വരും. എന്താണെന്നറിയോ? നമ്മുടെ ഒരു മാനസിക സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഹൗസ് തന്നെയാണ്. അപ്പോൾ ഈ രാഹു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമോഷണൽ അല്ല, ന്യൂറോ പ്രോബ്ലം, നാഡി ഞരമ്പുകളെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന രാഹു. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും പോയി, സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളും പോയി. മനസ്സിലായോ? ഈ രാഹു ലഗ്നത്തിൽ നിൽക്കുന്നവരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ഇവർ പറയുന്ന ഫിലോസഫി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു പോകും. ഇവരുടെ ഫിലോസഫി കേട്ട് കഴിഞ്ഞാണ്ടല്ല, ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള താത്വികമായ അവലോകനമൊക്കെ ഇവർ നടത്തിക്കളയും. പക്ഷെ അതിലൊന്നും വീണു പോകരുത്. ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഇവരുടെ ഹെൽത്ത് ഇഷ്യൂസ് പലപ്പോഴും വരുന്നത് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും. അതുണ്ട്. രാഹു 10-ലൊക്കെ പോയി സാറേ, രാഹു 10-ലൊക്കെ പോയി വൈദ്യം അതുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ രാഹു ഫസ്റ്റ് ഹൗസിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹിപ്പോക്രാറ്റ് ആയിട്ട് മാറും. കാപട്യം നിറഞ്ഞ ഉപരിപ്ലവമായ സ്വഭാവം എന്നാണ് പറയുന്നത്. കാപട്യം നിറഞ്ഞ ഉപരിപ്ലവമായ സ്വഭാവം, അതായത് നിങ്ങൾ പറയുന്നതായിരിക്കില്ല. ഒന്നുമല്ല, ഒരാളുടെ ജാതകത്തിൽ 2-ൽ രാഹു നിൽക്കുക. 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആള് അത് സത്യമാണോ പറയുന്നത്, കളവാണോ പറയുന്നത്, യാഥാർത്ഥ്യമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാറിന്റെ ന്യൂമറോളജിസ്റ്റ് സാറിന്റെ ഫസ്റ്റ് ഹൗസിലല്ലല്ലോ രാഹു, 2-ലല്ലേ? കമ്മ്യൂണിക്കേഷനിൽ വിദഗ്ധരായിരിക്കും. മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനിൽ സാറ് പറയുന്നത് നമുക്ക് വളരെ കുറച്ചേ മനസ്സിലായിരുന്നു. ഇത് ബെറ്ററാണ്. രാഹു അവനവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാ. ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടം അവനവനെ തന്നെയാണ് രാഹുവിന്. പിന്നെ അത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത്. കാര്യം തൻകാര്യം ആയതുകൊണ്ടേ അത് രാഹു എവിടെ നിൽക്കുന്നു അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല കേട്ടോ ഒരിക്കലും. കാര്യം വെച്ചാൽ രാഹുവിന് ഈ കഴുത്തിന് താഴത്തോട്ടില്ലല്ലോ. അപ്പൊ എന്താഹരിച്ചാലും ദഹിക്കില്ല.
ദഹിച്ചാലേ നമുക്ക് അങ്ങോട്ട് തൃപ്തി വരുള്ളൂ. അപ്പോൾ എത്ര കിട്ടിയാലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, പിന്നെയും പിന്നെ ആഹരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് രാഹുവിന്. പിന്നെ ഈ പറഞ്ഞ പോലെ സെൽഫിഷ് ആയിരിക്കും, പിന്നെ ഇപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. നമുക്ക് എന്താ പറയുക, അതുപോലെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും അവരെന്തെങ്കിലും അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് കുറച്ച് മാറ്റി ഇങ്ങനെ ചെയ്യണം, മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും ഒരു തിരുത്തലുകൾ വരുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ട് പോകാൻ പറ്റില്ല. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരാളുടെ രാഹു സ്വാധീനമുള്ള ആളാണെങ്കിൽ ഇപ്പോൾ മെസ്സേജ് ഇങ്ങനെ വെച്ച് നാളെ രാവിലെ വന്ന് ഇതെടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ ഒരു തൃപ്തി വരില്ല. ഒരു വീട് കണ്ടാലും അറിയാം രാഹുവിൻ്റെ സ്വാധീനമുണ്ട്. മേയ്ക്കാൻ വലിയ പാടായിരിക്കും, എന്താ മേയിച്ച് കൊണ്ടുനടക്കാൻ വലിയ പാടായിരിക്കും. ഇവർ ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് ഒക്കെ ആണെങ്കിലും പലപ്പോഴും ബ്ലണ്ടർ ആയിരിക്കും കേട്ടോ. പലപ്പോഴും അത് ബ്ലണ്ടറായി പോകും. അങ്ങനത്തെ പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ ഇവരുടെ വിചാരം ഇവരുടെ കൂടെ എല്ലാവരും ഉണ്ടെന്നാണ്. കാര്യം രാഹുവാണല്ലോ, രാഹുവാണ് ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ രാഹുവാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉള്ളതായിട്ടൊക്കെ തോന്നും. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പം ഒരു മനുഷ്യൻ ഇവരുടെ കൂടെ ഉണ്ടാവില്ല. രാഹു ശുക്രൻ എന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെ ഏറ്റവും ടോപ്പിൽ പോകുന്ന സമയം രാഹു ശുക്രൻ രാഹു അല്ലെ രാഹു ശുക്രൻ അവരുടെ സമയത്തായിരിക്കും ഫിലിം ഫീൽഡിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ ഈ രാഹു ശുക്രനിലെ ശുക്രവെച്ചാൽ രാഹു ചന്ദ്ര കോമ്പിനേഷൻ എങ്ങനെയാവും? രാഹു ചന്ദ്ര കോമ്പിനേഷൻ എന്ന് പറയാൻ നല്ലതല്ല. രാഹു ചന്ദ്ര കോമ്പിനേഷൻ മാനസികമായിട്ട് വേരിയേഷൻ വരിക, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക, പക്ഷേ അവസാനം ഓവർ തിങ്കിങ്. രാഹു അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. രാഹുവും ചന്ദ്രനും ജാതകത്തിൽ വന്നാൽ സൂയിസൈഡിങ് ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ചൊവ്വയും ഗുളികനും കൂടി ഒരു ജാതകത്തിൽ വന്നാൽ അത് 5 നിന്നാൽ കൊലപാതകം ചെയ്യാൻ വരെ പഠിക്കില്ല. ചൊവ്വയും ഗുളികനും കൂടി 5 തരം മനസ്സിൻ്റെ സ്ഥാനമാണ്. ഏത് കർമ്മം ചെയ്യാനും അത് പ്രത്യേക തൻ്റെതായിരിക്കും. ഇല്ലേ? അതെ. ചൊവ്വ മാത്രം നിന്നാലോ? ചൊവ്വ മാത്രം ഇതുപോലത്തെ സർജൻ വരെ ഉണ്ടാവൂല അല്ലേ സാറേ? 5 ചൊവ്വ മാത്രം 2 ഉപയോഗിക്കണ കത്തിയാ. സർജറിക്കും കൊലപാതകത്തിനും കത്തി തന്നെ ഉപയോഗിക്കണം. ഗുളികൻ മാത്രം 5 ഇപ്പൊ ചൊവ്വ മാത്രം നിന്നാൽ സർജനാവും, നല്ല ശസ്ത്രക്രിയ. പക്ഷേ എന്തോ ഗുളികൻ മാത്രം നിൽക്കുകയാണെങ്കിലോ? അല്ല, ഗുളികൻ മാത്രം നിൽക്കുന്ന ആ ഭാവത്തിന് നാശമല്ലേ സാർ? ഭാവത്തിന്. പക്ഷെ വേറെ ആസ്പെക്ട് നോക്കണം സാറേ. അത് അങ്ങനെ ഒരു സാധനം നിന്നുകൊണ്ട് മാത്രം നമ്മൾ റിസൾട്ട് പറയരുത്. നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. ആ ഗുളിക നിൽക്കുന്നു, പക്ഷെ അവിടെ 5-ാം ഭാവാധിപൻ എവിടെ പോയി നിൽക്കുന്നു, 5-ാം ഭാവാധിപൻ എവിടെ പോയി നിൽക്കുന്നു, 5-ാം ഭാവത്തിലോട്ട് ആര് നോക്കുന്നു, വ്യാഴം എങ്ങനെയാണ്, വ്യാഴത്തിന്റെ പൊസിഷൻ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും ആ ഒരു 5-ാം ഭാവത്തിന്റെ റിസൾട്ട് പറയുന്നത്. നമ്മൾ പറയരുത്. നവാംശം കൂടി നോക്കും. ഓ, ഭയങ്കര പോസിറ്റീവാ. മരണാനന്തരമായിട്ട് ബന്ധമുണ്ടോ ഗുളികന്? ഗുളികന് പ്രേതാത്മാവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കാൻ രാഹുവിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ പല ചേഞ്ചസ് കൊണ്ടുവരുന്നതും രാഹു തന്നെയാണ്. നിലവിലുള്ള വ്യവസ്ഥകളിൽ 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, നിയമം അനുസരിക്കാതിരിക്കുക. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ പരിഷ്കരണം കൊണ്ടുവരിക. മനസ്സിലായോ? നിലവിലുള്ള ഒരു നിയമത്തിന് മാറ്റം വരുത്തി ഒരു പുതിയ ഒരു കാര്യം കൊണ്ടുവരിക. ഇതൊക്കെ രാഹുവിൻ്റെ പോസിറ്റീവ്. രാഹുവിൻ്റെ നെഗറ്റീവാണ് ഈ പറഞ്ഞ നിയമങ്ങൾ. അങ്ങനെ ഏത് രീതിയിൽ ഇത് വർക്ക് ചെയ്യാം. ഈ രാഹുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെ ഇവർക്ക് ശരിയായിട്ടും തെറ്റായിട്ടും തോന്നും. ഒരേ കാര്യം തന്നെ അവർ ശരിയായിട്ട് പറയും, പിന്നെ അവർ പറയും അതിൻ്റെ തെറ്റായിട്ടും പറയും. ഇനി ആർക്കും ശരിയല്ലാത്ത കാര്യങ്ങൾ ഇവർ ശരിയായിട്ട് ചിലപ്പോൾ പറഞ്ഞു കളയും. അങ്ങനത്തെ കുറേ പ്രത്യേകതകളുണ്ട് ഇവർക്ക്. കാര്യം നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ഇവർ ചിന്തിക്കുന്നത്. ഞാൻ പണ്ട് ന്യൂമറോളജിയുടെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് രാഹു ഉള്ള ഒരാൾ, വളരെ എഫക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ തർക്കത്തിൽ ഏർപ്പെട്ടെങ്കിൽ നമ്മൾ തോറ്റു പോകും. കാരണം വെച്ചാൽ ഇയാൾ പറയുന്ന ഐഡിയാസ് ഉണ്ടല്ലോ, ഇയാളുടെ തല നമ്മൾ ആരും ചിന്തിക്കുന്ന പോലെ അല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ചില കാര്യങ്ങൾ നമ്മളോട് പറയും, അത് അങ്ങനെയല്ലോ, അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവന് കുറച്ച് നേരത്തേക്ക് രാഹു നാക്കിൽ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ട്. ഓ,
ഒന്നെങ്കിൽ തർക്കിച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവർ പറഞ്ഞാൽ നമുക്ക് പറയാൻ സമയം തന്നാലല്ലേ. നമുക്ക് പറയണ്ടേ, നമ്മൾ പറയാൻ ഒരു സമയം തരണ്ടേ. എനിക്കൊരു സുഹൃത്തുണ്ട്, രാഹു തെക്കില്ല, വളരെ നല്ല ആളാണ്, നല്ല സാത്വികനായിട്ടുള്ള ആളാണ്. പക്ഷെ ഒരു കാര്യം അങ്ങോട്ട് പറയാൻ ശ്രമിക്കണ്ടേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ അതല്ല നീ പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങും. എന്ത് പറയും? നമുക്ക് തർക്കിച്ച് ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. രാഹുവിനെ തർക്കിച്ച് നോക്കിയാൽ ഡിബേറ്റിലൊന്നും ഒരിക്കലും രാഹുവിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 4-ാം തീയതി ജനിച്ചവരെയൊക്കെ പോയി നമ്മൾ വെല്ലുവിളിക്കാതിരിക്കണേ നല്ലത്. ശരി, അതോടെ കേട്ടെ. അപ്പം അതാണ് രാഹു. ഓക്കെ ആണല്ലോ. അപ്പം ആരോഗ്യം ശരിയായിരിക്കില്ല, പലപ്പോഴും മെഡിസിൻ കൊണ്ട് പോലും മാറാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ. കാര്യം ഇവരുടെ അസുഖങ്ങളൊക്കെ വേറെ തലത്തിലാണ്, മനസ്സിലായോ? പലതും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഈ പറഞ്ഞ പോലെ വളരെ വളരെ ഫിലോസഫിക്കലൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു കാര്യങ്ങൾ പറയും, അതിനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. പക്ഷെ അവരുള്ളിൽ അതായിരിക്കില്ല. നമുക്ക് മൊത്തത്തിലൊരു കോംപ്ലിക്കേഷനാണ്, മൊത്തത്തിലൊരു പോകാം. സ്കിന്നുമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി കേതു, നമ്മളിന്ന് ഇത് മാത്രമേ തീരുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അല്ല, ഇത് ശരിക്കും പതുക്കെ ഈ പേസിൽ പോയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. ഓവർ സ്പീഡിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ. സമയമുണ്ട്. അപ്പൊ പിന്നെ ഈ പേസിൽ പോയാൽ മതി. ഈ പേസിൽ പോയി നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഇത് കണക്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ വായിച്ച് നമുക്ക് പോവാം, വായിച്ചു പോയാൽ നിൽക്കില്ല. ഇത് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതെ. കേതുവിനെ കുറിച്ച് എന്താ പറയാം? കേതു കേട്ടില്ല. റൂട്ടാണ്, വേരാണ്. ശരിയാണ്. വിസ്ഡത്തിന്റെ പ്ലാനറ്റ് ആണ്, സംശയമൊന്നുമില്ല അതില്. ഓക്കെ, കേതു ഫസ്റ്റ് ഹൗസിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം സത്യമാണ്, സൗഭാഗ്യമുള്ളവരാണ്. ഓക്കെ, സുഖമുള്ള ആളുകളുമാണ്. പിന്നെയോ ജനിച്ച ഗൃഹം വെടിയുന്ന ആളുകളാണ്, കലഹപ്രിയരാണ്, മനക്ലേശം ഒഴിയാത്തവരാണ്, ആരോഗ്യത്തിനും ഹാനികരമാണ്. ആയുസ്സിന് പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കണ്ടില്ല. അത്രയും കാര്യം നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ഇനി അവര് കേതു ലഗ്നത്തിൽ ജനിച്ച വീട് വിട്ടുപോകാനുള്ള സാധ്യത കൂടുതൽ. കാര്യം എന്നറിയോ, 7 പോയി രാഹു നിൽക്കുക അല്ലേ? അപ്പൊ 7 രാഹു നിൽക്കുന്നു. അപ്പൊ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും? ഉണ്ട്. ഫസ്റ്റില് കേതു ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ട്. പക്ഷെ 7th ഹൗസിൽ രാഹു നിൽക്കുമ്പോൾ രാഹുവിന്റെ പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞു, രാഹുവിന് സാറ്റിസ്ഫാക്ഷൻ കുറവായി. ഓക്കെ, അതിന്റെ അർത്ഥം ഇവർക്ക് ഭർത്താവിനോടോ ഭാര്യയോടോ സ്നേഹമില്ല എന്നല്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പ്രേമബന്ധങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രേമബന്ധങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. റിലേഷൻഷിപ്പ് നശിക്കാൻ. ഈ പൊതുവിൽ പറയാ പ്രേമ വിവാഹം നടക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കേതു 7th ആണെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ് പ്രശ്നമാണല്ലോ. രാഹു നിൽക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് കേതു നിൽക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ? 7th ഹൗസ് കേതു ആണെങ്കിൽ പിന്നെ ഒറ്റ വഴിയുള്ളൂ. ഒന്നെങ്കിൽ എന്ന് വെച്ചാൽ പാർട്ണർ വളരെ ദൂരെയുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ പാർട്ണർ കേതുവിനെ പോലെയുള്ള ആളായിരിക്കണം. അതായത് ഒരു റിസർച്ച് സ്കോളറോ, മനസ്സിലായോ? അപ്പൊ അവർക്കെന്ന് വെച്ചാൽ അവർ റിസർച്ചായിട്ട് ഇരിക്കും. ഇപ്പൊ 7ാം ഭാവത്ത് കേതു നിൽക്കുന്നു. സ്പൗസ് ഒരു റിസർച്ച് നടത്തുന്ന ആളാണെങ്കിൽ അവർ ഫുൾ ടൈം റിസർച്ചിലായിരിക്കും. അവരെ കൊണ്ട് നമുക്ക് വേറെ ചിലപ്പം ഒരു ഫിസിക്കലായിട്ടോ മെന്റലായിട്ടോ ഇതുണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ടാവില്ല. ഭാര്യ ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ട്, ഓക്കെ, പുള്ളി ഈ പറഞ്ഞ പോലെ സയൻറ്റിസ്റ്റ് ആണ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ്, ശരി, ആളുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന നോർമൽ ഫാമിലി ബന്ധങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഡിവോഴ്സ് നടക്കണമെന്ന് നിർബന്ധം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ചേരുന്നല്ലെങ്കിൽ കേതു ഫസ്റ്റ് ഹൗസിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻറ്റ്യൂഷനുള്ള ആളുകളായിരിക്കും. നടക്കാൻ പോകുന്ന സംഭവങ്ങൾ അവർ മുൻകൂട്ടി അറിയും, സ്വപ്നത്തിലെങ്കിലും അറിയും. ഇത്ര ഇൻറ്റ്യൂഷൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ വേറെ ഉണ്ടാവില്ല, ഉറപ്പുള്ള. കേതു ഫസ്റ്റ് ഹൗസ് ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർ പൊതുവെ ഒരു ഇടത്തരം ശരീരപ്രകൃതിയുള്ള ആളുകളായിരിക്കും.
നോർമൽ ആയിട്ടുള്ള ഉയരമായിരിക്കും. അതായത് മെലിഞ്ഞ ആളുകളായിരിക്കും, അധികം വണ്ണമൊന്നും കാണത്തില്ല. കേതു അങ്ങനെയാണല്ലോ. പിന്നെ ഭയങ്കര ആവേശമുള്ള ആളുകളായിരിക്കും, ഓവർ എക്സൈറ്റ്മെന്റ് ഉള്ള ആളുകളായിരിക്കും. ഓക്കെ, എന്ത് കാര്യത്തിനും ഭയങ്കരമായിട്ട് ആവേശം കാണിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ സ്പോർട്സിലൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കും. സ്പോർട്സിൽ താല്പര്യം മാത്രമല്ല, എവിടെയെങ്കിലുമൊക്കെ വീണ് കയ്യും കാലൊക്കെ പൊട്ടാനും ഓടിയാനും ഒക്കെ ചാൻസ് ഉള്ള ആളുകളായിരിക്കും. പിന്നെ ഒരു പ്രത്യേകത, ഇവർക്ക് വിചിത്രമായ ആഗ്രഹങ്ങളായിരിക്കും. വിചിത്രമായ ആഗ്രഹങ്ങൾ, സാധാരണ രീതിയിലുള്ള ആഗ്രഹങ്ങളൊന്നുമല്ല.